എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSST കമ്പ്യൂട്ടർ സയൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്തമാറ്റിക്സിൽ നിന്നുള്ള വളരെ പ്രാധാന്യാർഹിതമായ 50 പ്രധാനപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പ്രീവിയസ്ലി ധാരാളം പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഫോർമാറ്റ്സിൽ പെടുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കയറാം. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കിക്കേ. ഹൗ മെനി വേർഡ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് കമ്മിറ്റി. കമ്മിറ്റി എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് എത്ര ലെറ്റേഴ്സ്, എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് ഫോം ചെയ്യാം എന്നാണ് നമ്മളോട് ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഇതുപോലെ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു പർട്ടിക്കുലർ വാക്ക്, ഇപ്പൊ മിസിസിപ്പി എന്ന് പറയുന്ന വാക്കോ, കമ്മിറ്റി എന്ന് പറയുന്ന വാക്കോ, സ്റ്റുഡന്റ് എന്ന് പറയുന്ന വാക്കോ, പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന വാക്കോ, അങ്ങനെ ഒരു വാക്ക് അവർ തരും. എന്നിട്ട് അതിനകത്തുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള വാക്കുകൾ ഉണ്ടാക്കാം, വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ഉണ്ടാക്കാവുന്നവർ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിട്ടുള്ള ആ ഒരു വാക്ക് എന്താണോ അതിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് ആദ്യം എണ്ണി നോക്കുക. ഇപ്പൊ കമ്മിറ്റി, അതിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 ലെറ്റേഴ്സ് ഉണ്ട്. അത് എത്ര ആണെന്ന് വെച്ചാൽ ഫാക്ടോറിയൽ ഇട്ടുകൊണ്ട് മുകളിൽ എഴുതുക, ഡിവൈഡഡ് ബൈ താഴെ റിപ്പീറ്റ് ചെയ്യുന്ന എണ്ണങ്ങൾ നോക്കുക. ഇപ്പൊ എം എന്ന് പറയുന്നത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ടി 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇയും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ശരിയാണല്ലോ? അപ്പൊ താഴെ എന്ത് വരും? റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഫാക്ടോറിയൽ പ്രോഡക്റ്റ് ആയിട്ട് താഴെ എഴുതുക. 2 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ. ക്ലിയർ ആണല്ലോ? സോ ദിസ് വിൽ ബിക്കം 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്, അതായത് 2 ഫാക്ടോറിയലിന്റെ ക്യൂബ്. സോ 9 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ക്യൂബ് ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി അല്ലെ, 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയലിന്റെ ക്യൂബ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 2. ദ ഡൊമൈൻ ഓഫ് ലോഗ് സൈനക്സ്. ലോഗ് സൈനക്സിന്റെ ഡൊമൈൻ എന്താണ്? ഓക്കെ, ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ സൈനക്സ് എടുക്കുക. ആ സൈനക്സിന് വരാൻ സാധ്യതയുള്ള ഉത്തരങ്ങൾ എന്താണ്? സൈനക്സിന്റെ റേഞ്ച് എന്താണ്? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈനക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് അല്ലെ? ഇനി നിങ്ങൾ ആലോചിക്കുക, ഇവിടെ പുറത്തൊരു ലോഗരിതം കിടപ്പുണ്ട്. ആ ലോഗരിതം ഉള്ളത് കൊണ്ട് ഈ റേഞ്ച് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ലോഗിനുള്ളിൽ സീറോയോ നെഗറ്റീവ് നമ്പേഴ്സോ വരാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോഗിനുള്ളിൽ എനിക്ക് ഒരിക്കലും എന്തെടുക്കാൻ പറ്റില്ല? സീറോയേക്കാൾ ചെറിയ നെഗറ്റീവ് നമ്പേഴ്സോ ലോഗിനുള്ളിൽ ഡിഫൈൻഡ് അല്ല. അപ്പൊ അതുകൊണ്ട് 0 ലെസ് ദാൻ സൈനക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ഇങ്ങനെ ഞാൻ റേഞ്ച് റെസ്ട്രിക്ട് ചെയ്തു. എനിക്ക് ഈ വാല്യൂസ് മാത്രമേ എനിക്ക് ഇങ്ങോട്ട് ഈ സൈനക്സിന്റെ പ്ലേസിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ വാല്യൂസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ്. 0 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. 0ക്ക് ശേഷമുള്ള വാല്യൂസ് 1 വരെയുള്ളത് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോ ഈ ലോഗിന് ഉള്ളിലുള്ള ഈ ലോഗിന് കിട്ടുന്ന ഉത്തരങ്ങൾ എന്താണെന്ന് ആലോചിക്കുക. ഈ സൈനക്സിന്റെ പ്ലേസിൽ 0ക്ക് ശേഷമുള്ള വാല്യൂ 1 വരെയുള്ള ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് ഉണ്ട് അതിന്റെ ഇടയിൽ. അത് ഈ സൈനക്സിന്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആദ്യമത്തെ ലോഗാണ് എടുക്കുന്നത്. ഉള്ളിലുള്ള ഈ ലോഗിനെയാണ് ഞാൻ എടുക്കുന്നത്. പുറത്തൊരു ലോഗ് ഉണ്ട്, അവൻ അവിടെ നിൽക്കട്ടെ, അവന്റെ കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം. ഈ ഉള്ളിലുള്ള ഞാനിപ്പോ ആരോ മാർക്ക് വരച്ചിരിക്കുന്ന ലോഗിന് കിട്ടാൻ സാധ്യതയുള്ള ഉത്തരങ്ങൾ എന്താണെന്ന് ആലോചിക്കാം. ഓക്കെ, 0ക്ക് ശേഷമുള്ള വാല്യൂ ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് ഉണ്ട്, അത് 1 വരെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത്, ആ ലോഗിന് കിട്ടുന്ന ഉത്തരങ്ങൾ -∞ മുതൽ 0 വരെയുള്ള ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ബൗണ്ടറി 1 ആണ്, ലോഗ് 1 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, യെസ്. ഇനി അതിന് താഴെയുള്ള വാല്യൂസ്, ലോഗിന്റെ കിട്ടുന്ന ഉത്തരം നെഗറ്റീവ് ആവും, അതിന് പ്രശ്നമില്ല. ലോഗിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന ഡൊമൈൻ ഒരിക്കലും നെഗറ്റീവ് ആവരുതെന്നേ ഉള്ളൂ നിയമം. ഓക്കെ ആണേ? ഓക്കെ, അപ്പൊ ഈ -∞ മുതൽ 0 വരെയുള്ള വാല്യൂസ് എനിക്ക് ലോഗ് സൈനക്സിന് കിട്ടാം. അവിടെ കിടക്കുന്ന അടുത്ത പ്രശ്നം, പുറത്തൊരു ലോഗുണ്ട്. ആ ലോഗിനകത്ത് ഇനി വരാൻ പോകുന്ന ആ വാല്യൂസ് എന്താണ്? ഈ -∞ മുതൽ 0 വരെയുള്ള വാല്യൂസാ. അത് എടുക്കാനേ പറ്റത്തില്ല. ലോഗിനുള്ളിൽ ഈ ഒരു സാധനം നമുക്ക് എടുക്കാനേ പറ്റത്തില്ല. കാരണം എന്താ? 0ക്ക് ശേഷമുള്ള വാല്യൂസിൽ മാത്രമേ ലോഗരിതം ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എക്സിന് ഒരു വാല്യൂ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണ്ട.
ഒരു ഉത്തരവും ഇതിന് കിട്ടാൻ പോകുന്നില്ല എന്ന് മീനിങ്. അതായത് എം ടി സെറ്റ് ആണ് നമ്മുടെ ഡൊമൈൻ. എം ടി സെറ്റ് ആണ് ഡൊമൈൻ. ഓക്കെ, അതിങ്ങനെ ഒന്ന് അനലൈസ് ചെയ്തെടുക്കണം. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ ഡൊമൈൻ റേഞ്ച് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. മൂന്നാമത്തെ ചോദ്യം. എ എന്ന് പറയുന്നത് ഓർത്തോഗണൽ ആണ്. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സ് എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആവുകയാണെങ്കിൽ ആ എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ. എന്താണ് ഓർത്തോഗണൽ, എന്താണ് ഐഡംപൊട്ടന്റ്, അതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചോണം. ഓക്കെ, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഓർത്തോഗണൽ ആണെന്ന് തെളിയിക്കുന്ന മറ്റൊരു കണ്ടീഷൻ കൂടെ ഓർമ്മയിൽ വെക്കണം. എ ഇൻറ്റു എ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുകയും വേണം കേട്ടോ. ഇതും ഓർത്തോഗണലിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ ആണ്. ഇത് വെച്ചിട്ടും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ലീനിയർ ഓൾജിബ്രയിൽ നിന്നുള്ള ചോദ്യമാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം നോക്കിക്കോളൂ. അഗൈൻ ലീനിയർ ഓൾജിബ്ര. ഇഫ് എം ഇസ് ഈക്വൽ ടു 2 - 3 3 4 അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് ഓഫ് എം ഇസ് ഡിനോട്ടഡ് ബൈ എം ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 2/2 സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എം ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു, ആദ്യം എന്ത് ചെയ്യുക, ഈ കാണുന്ന രണ്ട് എലമെന്റുകൾ അങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്യുക. 4 മുകളിൽ വരും, 2 താഴെ ഇറങ്ങും. ബാക്കി രണ്ട് എലമെന്റ് സൈൻ ചേഞ്ച് ചെയ്യുക. -3 സൈൻ ചേഞ്ച് ചെയ്താൽ 3 ആവും, 3 സൈൻ ചേഞ്ച് ചെയ്താൽ -3 ആവും. ആൻഡ് ദാറ്റ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് എന്താണ്? 8 - -9 അല്ലെ? സോ 4 3 -3 2 ഡിവൈഡഡ് ബൈ 9 8 17. സോ 1/17 ഇൻറ്റു 4 3 -3 2 ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലെ? അത് ജനറലൈസ് ചെയ്ത് 2/2 നിങ്ങൾ പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കാന്നുള്ളൂ. അതായത് എം ഇസ് ഈക്വൽ ടു ഒരു ABCD ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എം ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എം ഇൻവേഴ്സ് എന്ന് പറയുന്നത് DA. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. ബാക്കി രണ്ട് സൈൻ മാറ്റുക. -B - C ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് AD - BC. AD - BC. ഓക്കെ, ഇതായിരിക്കും അതിന്റെ എം ഇൻവേഴ്സിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രൂപം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇഫ് A is any square matrix whose transpose is denoted by എയുടെ മുകളിൽ T, അത് A ട്രാൻസ്പോസ് എന്നാണ് വായിക്കുക. A ട്രാൻസ്പോസ് ഇങ്ങനെ എഴുതാറുണ്ട്. ഇങ്ങനെ എഴുതിയാലും A ട്രാൻസ്പോസ് എന്നാണ്. A കോംപ്ലിമെന്റ് എന്ന് വായിക്കരുത്, A ഡാഷ് എന്ന് വായിക്കാം, അല്ലെങ്കിൽ A ട്രാൻസ്പോസ് എന്ന് വായിക്കാം. അല്ലെങ്കിൽ A എഴുതി മുകളിൽ T എഴുതിയാലും A ട്രാൻസ്പോസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A - A ട്രാൻസ്പോസ് എല്ലായ്പ്പോഴും എന്തായിരിക്കും എന്നാണ് നമ്മളോട് അവർ ചോദിക്കുന്നത്. അതാണ് നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ? ക്വസ്റ്റ്യൻ നമ്പർ 5. A - A ട്രാൻസ്പോസ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് A + A ട്രാൻസ്പോസ് എന്ന് പറയുന്ന സാധനം എല്ലായ്പ്പോഴും സിമെട്രിക് ആയിരിക്കും. A + A ട്രാൻസ്പോസ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. A - A ട്രാൻസ്പോസ് എന്ന് പറയുന്ന സാധനം എല്ലായ്പ്പോഴും സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. A + A ട്രാൻസ്പോസ് എല്ലായ്പ്പോഴും എന്താണ്? സിമെട്രിക് ആണ്. A - A ട്രാൻസ്പോസ് എന്താണ്? സ്ക്യൂ സിമെട്രിക്. ഇത് ഓർത്തു വെക്കേണ്ട കാര്യമുള്ളൂ. ഇനി എന്താണ് ഈ സിമെട്രിക് സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നത്? അതായത് A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോ എനിക്ക് A തന്നെ തിരിച്ചു കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാം A എന്ന് പറയുന്ന മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. A എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. A എന്ന് പറയുന്ന മെട്രിക്സ് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അതേ എയുടെ തന്നെ നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ, A ട്രാൻസ്പോസ് -A ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം A എന്ന് പറയുന്ന മെട്രിക്സ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി എന്ത് തന്നിട്ടും സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ തന്നിട്ടുള്ളത് അത് ട്രാൻസ്പോസ് എടുക്കുക. അന്നേരം അത് തന്നെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ നമുക്ക് സിമെട്രിക് ആണെന്ന് പറയാം. അതിന്റെ നെഗറ്റീവ് ആണ് തിരിച്ചു കിട്ടുന്നതെങ്കിൽ സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയാം. ശരിയല്ലേ? അപ്പൊ നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് A - A ട്രാൻസ്പോസ് ആണ്. അതിന്റെ ട്രാൻസ്പോസ് എടുത്തു നോക്കുക. A - A ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുത്തു നോക്കുക. and that will become A transpose minus A transpose the whole transpose. ശരിയാണല്ലോ? രണ്ടുപേർക്കും സെപ്പറേറ്റ് ട്രാൻസ്പോസ് കൊടുത്തു. ലോ ഓഫ് ഡബിൾ ട്രാൻസ്പോസ്, A transpose the whole transpose is A itself.
ഒരു പ്രാവശ്യം ട്രാൻസ്പോസ് എടുത്ത് ഒന്നും കൂടെ ട്രാൻസ്പോസ് എടുത്താൽ പഴയ ആളെ തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അതെന്താണ്? എ ട്രാൻസ്പോസ് മൈനസ് എ എന്ന് വരും. ശരിയല്ലേ? എ ട്രാൻസ്പോസ് മൈനസ് എ. ഓക്കെ, അവിടെ നിന്ന് ഒരു മൈനസ് പുറത്തെടുത്താൽ മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ്. ക്ലിയർ ആണല്ലോ? മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ്. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എ മൈനസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ അതിന്റെ അതേ എ മൈനസ് എ ട്രാൻസ്പോസിന്റെ തന്നെ നെഗറ്റീവ് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? തന്നിട്ടുള്ള സാധനം ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. സോ ഓപ്ഷൻ ഡി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 6ാമത്തെ ചോദ്യം. സെറ്റിനകത്ത് ഒരു ചോദ്യമാണ്. സിമെട്രിക് ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. The symmetric difference of the set A is equal to 1, 2, 3, 4, 5, 6, 7, 8 and B is equal to 1, 3, 5, 6, 7, 8, 9. Symmetric difference. The symmetric difference of A and B എന്ന് പറയുന്നത് എന്താണ്? A delta B ആണ്. A delta B. A delta B is called symmetric difference of A and B and that is calculated in two ways. ഏതൊക്കെയാണ്? ഒന്നില്ലെങ്കിൽ എ മൈനസ് ബി കണ്ടുപിടിക്കുക, അത് ബി മൈനസ് എയുമായിട്ട് യൂണിയൻ എടുക്കുക, അല്ലെങ്കിൽ എ യൂണിയൻ ബിയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്ത് കളയുക? എ ഇന്റർസെക്ഷൻ ബി മൈനസ് ചെയ്ത് കളയുക. ഇങ്ങനെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഏതാണോ കൺവീനിയന്റ് അത് ചെയ്താൽ മതി. ഞാനിപ്പോ ആദ്യമത്തെ മെത്തേഡ് ചെയ്യാം. എ മൈനസ് ബി എടുക്കുക. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലുണ്ട് ബിയിലില്ല. അങ്ങനെ വരുന്ന എലമെന്റുകൾ ഏതൊക്കെയാ? 1 എഴുതാൻ പറ്റില്ല, 2 എഴുതാം, 2 എയിലുണ്ട് ബിയിലില്ല. 3 എഴുതാൻ പറ്റില്ല, 4 എഴുതാം, 4 എയിലുണ്ട് ബിയിലില്ല. 5 എഴുതാൻ പറ്റില്ല, 6 പറ്റില്ല, 7 പറ്റില്ല, 8 പറ്റില്ല. അപ്പൊ ഇതാണ് 2, 4 ആണ് എന്തെന്ന് പറയുന്നത്? എ മൈനസ് ബി. ഓക്കെ, ഇനി ബി മൈനസ് എ എടുക്കുക. ബി മൈനസ് എ. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിലുണ്ട് എയിലില്ല. ബിയിലുണ്ട് എയിലില്ല. 1 പറ്റത്തില്ല, 3 പറ്റത്തില്ല, 5 പറ്റില്ല, 7 പറ്റില്ല, 8 പറ്റില്ല, പക്ഷെ 9 പറ്റും. 9 എന്ന് പറയുന്നത് ബിയിലുണ്ട്, എവിടെയില്ല? എയിലില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇതിന്റെ യൂണിയൻ അങ്ങ് എടുത്താൽ മതി. സോ എ ഡെൽറ്റ ബി എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ അല്ലെ? എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എ മൈനസ് ബി നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? 2, 4 ആണ്. യൂണിയൻ ബി മൈനസ് എ എന്താണ്? 9 ആണ്. സോ ആൻസർ എന്ത് വരും? 2, 4, 9 അല്ലെ? 2, 4, 9 ആണ് ആൻസർ വരിക. ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ അല്ലെ? സെക്കൻഡ് ഓപ്ഷൻ 2, 4, 9 is the required solution. 2, 4, 9 is the required solution. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. നോക്കി നോക്കിയാൽ സിമെട്രിക് ഡിഫറൻസ് ലേറ്റസ്റ്റ് ആയിട്ട് PSC ധാരാളമായി ചോദിക്കാറുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 7ാമത്തെ ചോദ്യം ഒരു ഡിറ്റർമിനന്റിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പൊ എപ്പോഴും ആലോചിക്കുക, ഒരു ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഒരു ട്രയൽ ആൻഡ് എറർ നോക്കുക. അപ്പൊ അല്ലാണ്ട് എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു MCQ സിനാരിയോയിൽ കുറച്ച് ദുഷ്കരമായിട്ടുള്ള ഒരു നടപടിയാണ്. അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു ട്രയൽ ആൻഡ് എറർ നോക്കുക എന്നുള്ളതാണ് എളുപ്പത്തിലുള്ള ഒരു വഴി. ഓക്കെ, അതിൽ ഏറ്റവും ഒരുമാതിരിപ്പെട്ട ഡിറ്റർമിനന്റ് ഇവാലുവേഷനിലൊക്കെ ആപ്ലിക്കബിൾ ആവുന്ന ഒരു ട്രയൽ ആണ് എയും ബിയും സിയും 1 കൊടുക്കുക എന്നുള്ളത്. അതായത് A is equal to B is equal to C is equal to 1 എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഡിറ്റർമിനന്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ എന്ത് വരും? 1, 2, 1, 1, 1, 2, 2, 1, 1 എന്ന് വരും. ഓക്കെ, ഈ ഡിറ്റർമിനന്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. 1 into 1 minus 2 minus 2 into 1 minus 4 plus 1 into 1 minus 2. ശരിയാണല്ലോ? സോ മൈനസ് 1 പ്ലസ് 6 വരും അല്ലെ? 1 minus 4 minus 3 ആണ്. മൈനസ് 2 into minus 3 plus 6 ആണ് മൈനസ് 1 അല്ലെ? 6ൽ നിന്ന് 2 കുറച്ച് 4 വരും ആൻസർ. ഓക്കെ, ഇനി ഓരോ ഓപ്ഷനിലും ഇതേ ട്രയൽ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക. ഏത് ഓപ്ഷൻ ആണോ മാച്ച് ചെയ്യുന്നത് അതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷനകത്ത് ഞാൻ ഇത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഓപ്ഷനിൽ ഇത് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? എക്കും ബിക്കും 1 കൊടുത്താൽ ഇതിന്റെ ആൻസർ എന്ത് വരും? 1 + 1 2 എന്നാണ് ആൻസർ വരിക. സെക്കൻഡ് ഓപ്ഷനിൽ കൊടുത്താൽ ഈ 1 - 1 0 എന്നാണ് ആൻസർ വരിക. ഓപ്ഷൻ സിയിൽ കൊടുത്താലോ എക്കും ബിക്കും 1 കൊടുത്താൽ 1 + 1 2 ആണ്. ആ 2ന് ഒരു സ്ക്വയർ ഉണ്ട്. 2 സ്ക്വയർ 4 മാച്ച് ചെയ്യുന്നുണ്ട്. അത് മാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞ് ചാടിക്കയറി ടിക്ക് ചെയ്യരുത്. എല്ലാ ഓപ്ഷനിലും നോക്കണം. ഇവിടെ 1 - 1 0 ആണ്. 0 സ്ക്വയർ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരിക.
ഓപ്ഷൻ സി എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇതാണ് ഒരു എളുപ്പത്തിലുള്ള വഴി. ഒരുമാതിരിപ്പെട്ട ക്വസ്റ്റിനകത്തെല്ലാം ഇത് ആപ്ലിക്കബിൾ ആണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഏതെങ്കിലും ഓപ്ഷൻസ് വീണ്ടും ഒരേ ഉത്തരങ്ങൾ കാണിക്കാന്നാണെങ്കിൽ, ഇപ്പൊ ഇവിടെ 4 കിട്ടി, വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷനും കൂടി 4 കിട്ടുകയാണെങ്കിൽ ട്രയൽ ഒന്ന് മാറ്റി കൊടുത്തു നോക്കുക. ഓക്കെ, എക്കും ബിക്കും 1 കൊടുത്തുകൊണ്ട് സിക്ക് പകരം 2 കൊടുത്തു നോക്കുക. ഓക്കെ, അന്നേരം നമുക്ക് അന്നേരം ഡിറ്റർമിന്റ് ഇവാലുവേഷനിൽ ഒരു ആൻസർ കിട്ടും. അതേപോലെ അത് ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ മറ്റൊരു ഉത്തരം കിട്ടും. അപ്പൊ അത് മാച്ച് ചെയ്യുന്നത് നോക്കുക. ഓക്കെ, രണ്ടാമത്തെയോ മാക്സിമം പോയാൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ട്രയലിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ഫസ്റ്റ് ട്രയലിൽ തന്നെ ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ കിട്ടുന്നത് തന്നെയാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? അടുത്ത നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എ എന്ന് പറയുന്നത് ഒരു n/n മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിന്റ് 5a എന്താണ്? മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഈ ഡിറ്റർമിന്റുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത്. അത് സ്ഥിരം ചോദിക്കുന്നതാണ്, അതുകൊണ്ടാണ് മസ്റ്റ് ആയിട്ട് പഠിക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ ഡിറ്റർമിനന്റ് KA ആണെങ്കിൽ അതിന്റെ ആൻസർ k⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് A ആണ്. അവിടെ n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് A ആണ്. ഓർഡർ ഓഫ് A, ആ സ്ക്വയർ മെട്രിക്സിന്റെ ഓർഡർ ആണ് n എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അറിഞ്ഞിരിക്കേണ്ട എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് A ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 1/ഡിറ്റർമിനന്റ് ഓഫ് A ആണ്. ഇത് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് A എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് A⁻n-1 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ n എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണം, ഓർഡർ ആണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് A, 2 പ്രാവശ്യം അഡ്ജോയിന്റ് വന്നാലോ ആൻസർ എന്ത് വരും? ഡിറ്റർമിനന്റ് ഓഫ് A⁻n-1ന്റെ സ്ക്വയർ ആണ്. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് A എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് A⁻n-1ന്റെ സ്ക്വയർ ആണ്. ഇതൊക്കെ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. യെസ്, പിന്നെന്താ അറിഞ്ഞിരിക്കേണ്ടേ? പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഡിറ്റർമിനന്റിലെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് ട്രാൻസ്പോസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതൊക്കെ അറിഞ്ഞിരുന്നത് നല്ലതാണ്. A+B ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് ആണ്. A-B ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? A ട്രാൻസ്പോസ് മൈനസ് B ട്രാൻസ്പോസ് ആണ്. A×B ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് ആണ്. അത് ലോ ഓഫ് റിവേഴ്സൽ ഓഫ് ട്രാൻസ്പോസ്, തിരിഞ്ഞാണ് വരുന്നത്. B ആദ്യം A രണ്ടാമതുമാണ് വരുന്നത്. അത് തന്നെയാണ് ഇൻവേഴ്സിലും സംഭവിക്കുന്നത്. എന്താണ്? A×B ഹോൾ ഇൻവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിഞ്ഞാണ് വരിക. B ഇൻവേഴ്സ് ഇൻറ്റു A ഇൻവേഴ്സ് എന്നാണ് വരിക. ശരിയല്ലേ? ഇതൊക്കെ അറിഞ്ഞിരിക്കണം, പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നേ. ഡിറ്റർമിനന്റ് ഓഫ് 5a എന്താണെന്നാണ് ചോദ്യം. ഡിറ്റർമിനന്റ് ഓഫ് 5a എന്ന് പറഞ്ഞാൽ 5⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് A ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി അല്ലെ? ഓപ്ഷൻ ബി 5⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് A. സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 9ാമത്തെ ചോദ്യം. നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ അവർ ആവശ്യപ്പെടുന്നത് അല്ലെ? റാങ്ക് ഓഫ് ദ മെട്രിക്സ് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഓക്കെ, സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ റാങ്ക് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് എളുപ്പവഴികളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഡിറ്റർമിനന്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റാങ്ക് കണ്ടുപിടിക്കാൻ പറ്റും സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ. സ്ക്വയർ മെട്രിക്സ് അല്ലെങ്കിൽ നമുക്ക് എലിമെന്ററി ഓപ്പറേഷന്റെ സഹായം തന്നെ വേണ്ടി വരും. റോ റെഡ്യൂസ്ഡ് എക്കലൻ ഫോമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നമ്പർ ഓഫ് നോൺ സീറോ റോസ് അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് മാറ്റിയിട്ട് നമ്പർ ഓഫ് നോൺ സീറോ റോസ് എടുക്കേണ്ടി വരും റാങ്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ അത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇത് പ്രീവിയസ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് തന്നിട്ടുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം റാങ്ക്, അല്ലെങ്കിൽ എലിമെന്ററി ഓപ്പറേഷൻ വെച്ചിട്ട് ചെയ്യാം. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇവിടെ എലിമെന്ററി ഓപ്പറേഷൻ വളരെ എളുപ്പമാണ്. ഡിറ്റർമിനന്റ് എടുക്കേണ്ട, ഡിറ്റർമിനന്റിലേക്ക് തൽക്കാലം ഞാൻ മുതിരുന്നില്ല. ഐ എം ഗോയിങ് വിത്ത് എലിമെന്ററി ഓപ്പറേഷൻ. അതായത് തന്നിട്ടുള്ള മെട്രിക്സ് 1 1 2 1 2 3 0 -1 -1. ഏതാണ് എലിമെന്ററി ഓപ്പറേഷൻ അപ്ലൈ ചെയ്യേണ്ടത്? ജസ്റ്റ് എന്തെടുത്താൽ മതി, R2 gives R2 minus R1. ഫസ്റ്റ് റോയില് ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ആയിട്ടുള്ള 1, പിവോട്ട് എന്ന് പറയുന്നത് 1 ആണ്. പിവോട്ടിന്റെ താഴെ 0 ആക്കണം അല്ലെ? സോ സെക്കൻഡ് റോയിലാണ് മാറ്റം വരുത്താൻ പോകുന്നത്. തേർഡ് റോയിൽ 0 ആക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി 0 ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ? സോ ആദ്യം 1 - 1 വരും, അത് 0 കിട്ടും. പിന്നെ 2 - 1 അത് 1 കിട്ടും.
പിന്നെ 3 മൈനസ് 2 എന്താണ് 1 ആണ്. ഇതാണ് സെക്കൻഡ് റോ മാറാൻ പോകുന്നത്. ആൻഡ് ദിസ് ഈസ് ഇക്വലന്റ് ടു 1 1 2. സെക്കൻഡ് റോയിൽ കിട്ടുന്ന പുതിയ ആൻസേഴ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് 0 1 1 അല്ലെ 0 1 1. ആൻഡ് തേർഡ് റോയിൽ ഞാൻ ഒരു ചിഹ്ന എലമെന്ററി ഓപ്പറേഷൻ കൂടെ ഞാൻ ചെയ്യാണ്. R3 ഗിവ്സ് മൈനസ് R3 എന്നുള്ള ഒരു എലമെന്ററി ഓപ്പറേഷൻ കൂടെ ചെയ്യാണ്. ഓൾറെഡി നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റുകൾ പോസിറ്റീവ് ആക്കാൻ വേണ്ടി മാത്രം. ഇപ്പൊ 0 1 1 ആക്കാം അല്ലെ. തേർഡ് റോ ത്രൂ ഔട്ട് ഒരു നെഗറ്റീവ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴെ 0 ആക്കി. ഇനി എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് റോയിലെ പിവോട്ടിന്റെ താഴെ 0 ആക്കണം. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴെ 0 ആക്കണം. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ആരാ? 1 ആണ്. അതിന്റെ താഴെ 0 ആക്കണം. അതിന്റെ താഴെ 0 ആക്കണമെങ്കിൽ എന്ത് അപ്ലൈ ചെയ്താൽ മതി? R3 ഗീസ് R3 മൈനസ് R2 എടുത്താൽ മതി. ശരിയാണല്ലോ. സോ അപ്പൊ ആൻസർ എന്ത് വരും? ദിസ് ഈസ് ഇക്വലന്റ് ടു ഫസ്റ്റ് രണ്ട് റോസിന് മാറ്റമില്ല, 1 1 2 മാറ്റമില്ല, 0 1 1 മാറ്റമില്ല. മാറാൻ പോകുന്നത് എന്താണ്? തേർഡ് റോ ആണ്. 0 1 മൈനസ് 1 0 1 മൈനസ് 1 0. ഓക്കെ, ഇപ്പൊ ഇത് റോ റെഡ്യൂസ്ഡ് എക്കലൻ ഫോമിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. മെയിൻ ഡയഗണൽ നോക്കിക്കേ. മെയിൻ ഡയഗണലിന്റെ താഴെ എല്ലാം 0 ആണോ നോക്കിക്കേ. യെസ്, മെയിൻ ഡയഗണലിന്റെ താഴെ വരുന്ന എല്ലാ എലമെന്റുകളും എന്താണ്? 0 ആണ്. ശരിയാണല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. സോ എക്കലൻ ഫോമിൽ റോ റെഡ്യൂസ്ഡ് ഫോം ആണ് ഇത് സ്റ്റിൽ ഇത് എക്കലൻ ഫോം തന്നെയാണ്. പിവോട്ട് എല്ലാം 1 ആയതുകൊണ്ട് അത് എക്കലൻ തന്നെയാണ്. സോ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇങ്ങനെ മാറ്റിയതിന് ശേഷം 0 അല്ലാത്ത എത്ര റോ ഉണ്ടോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റാങ്ക് എന്ന് വിളിക്കുക. ശരിയല്ലേ? എത്ര നോൺ സീറോ റോ ഉണ്ട്? ഇതൊരു നോൺ സീറോ റോ ആണ്. രണ്ടാമത് കാണുന്ന ഈ റോ ഒരു നോൺ സീറോ റോ ആണ്. ശരിയല്ലേ? മൂന്നാമത് കാണുന്നത് ഒരു 0 റോ ആണ്. മൊത്തം 0 ആണ്. നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ റാങ്ക് എന്ന് പറയുന്നത് എന്താണ് ആൻസർ വരിക? 2 ആണ് ആൻസർ വരിക. റാങ്ക് ഇസ് ഈക്വൽ ടു എന്താണ്? 2. സോ ഓപ്ഷൻ സി 2 ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ. ഓപ്ഷൻ സി 2 ആണ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 10ാമത്തെ ചോദ്യം. യെസ്, മൂവിങ് ഓൺ ടു ദ 10th ക്വസ്റ്റ്യൻ. ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്. ഓക്കെ, ഇവിടെ നമുക്ക് ഡിറ്റർമിനന്റ് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇത് സ്ക്വയർ മെട്രിക്സ് അല്ല, ഓർഡർ വ്യത്യാസമുണ്ട് അല്ലെ. സ്ക്വയർ മെട്രിക്സ് അല്ലാത്തതുകൊണ്ട് റോ റെഡ്യൂസ്ഡ് എക്കലൻ ഫോമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് മാറ്റിയിട്ട് നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്താണെന്ന് നോക്കിയാൽ മതി റാങ്ക് കണ്ടുപിടിക്കാൻ. ഇപ്പൊ ഇവിടെ വരുന്ന എലമെന്ററി ഓപ്പറേഷൻസ് പറഞ്ഞേ. പിവോട്ട് 1 ആണ്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ്, അതിന്റെ താഴെ 0 ആക്കണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എലമെന്ററി ഓപ്പറേഷൻസ് ഏതൊക്കെയാ? R2 ഗിവ്സ് R2 മൈനസ് 5 R1 ഒരെണ്ണം ചെയ്യാം. പിന്നെ R3 ഗിവ്സ് R3 മൈനസ് 4 R1 ചെയ്യാം. ഓക്കെ ആണല്ലോ. യെസ്, അപ്പൊ ഞാൻ എലമെന്റ്സ് കണ്ടുപിടിച്ചിട്ട് ഞാൻ മെട്രിക്സ് എഴുതാം. ആദ്യം 5 മൈനസ് 5 ഇൻറ്റു 1 അത് 0 വരും. പിന്നെ 4 മൈനസ് 5 ഇൻറ്റു 2 അല്ലെ, അതെന്താണ് ആൻസർ വരിക? 4 മൈനസ് 5 ഇൻറ്റു 2 അല്ലെ. ഈ 4 മൈനസ് 5 ഇൻറ്റു 2 ശരിയാണല്ലോ. 4 മൈനസ് 10 വരും. 4 മൈനസ് 10 എന്താണ്? 4 മൈനസ് 10 മൈനസ് 6 ആണ്. ഓക്കെ, അടുത്ത് 2 മൈനസ് 5 ഇൻറ്റു 0 ആൻസർ എന്താണ്? 2 ആണ്. അടുത്ത് 6 മൈനസ് 5 ഇൻറ്റു 1 6 മൈനസ് 5 1 ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, അപ്പോൾ ദിസ് ഈസ് ഇക്വലന്റ് ടു ഫസ്റ്റ് റോയ്ക്ക് മാറ്റമില്ല 1 2 0 1. സെക്കൻഡ് റോ മാറിയത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 0 മൈനസ് 6 2 1 അല്ലെ. 0 മൈനസ് 6 2 1. ഇനി തേർഡ് റോയിലെ മാറ്റം നോക്കിക്കേ. R3 മൈനസ് 4 R1 അല്ലെ. അപ്പൊ ആദ്യമേ എന്താണ്? 4 മൈനസ് 4 ഇൻറ്റു 1 അത് 0 ആണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അടുത്ത 2 മൈനസ് 4 ഇൻറ്റു 2 2 മൈനസ് 8 2 മൈനസ് 8 എന്താണ്? മൈനസ് 6. അടുത്ത എന്താണ് വരിക? 2 മൈനസ് 2 ഇൻറ്റു 0 2 മൈനസ് 0 2 ആണ് വരിക. അടുത്ത 5 മൈനസ് 4 ഇൻറ്റു 1 5 മൈനസ് 4 1 ആണ് വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സംഭവം സെറ്റ് ആയില്ലേ? ഇനി നിങ്ങൾ നോക്ക്, സെക്കൻഡ് റോ എന്ന് പറയുന്നത് തേർഡ് റോന് പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലായ്പ്പോഴും റാങ്ക് 2 ആയിരിക്കും. സെക്കൻഡ് റോ ഇസ് പ്രൊപ്പോർഷണൽ ടു തേർഡ് റോ വിച്ച് ഇംപ്ലൈസ് മൊത്തത്തിൽ 3 റോസ് ഉണ്ട്. സെക്കൻഡ് റോ തേർഡ് റോന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ റാങ്ക് 2 ആയിരിക്കും. അങ്ങനെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം. അല്ലെങ്കിൽ ഒരു എലിമെന്ററി ഓപ്പറേഷനും കൂടെ ചെയ്യാം. എന്ത് ചെയ്താൽ മതി? R3 gives
R3 മൈനസ് R2 കൂടെ ചെയ്താൽ മതി അല്ലെ. ആദ്യത്തെ 0 മൈനസ് 0 0 കിട്ടും. അടുത്തത് -6 മൈനസ് -6 അതും 0 ആണ് കിട്ടുക. അടുത്തത് 2 മൈനസ് 2 നിങ്ങൾക്ക് 0 കിട്ടും. അടുത്തത് 1 മൈനസ് 1 0 കിട്ടും. അങ്ങനെ എല്ലാ എലമെന്റുകളും തേർഡ് റോയിൽ 0 ആയി പോകും. ശരിയാണല്ലോ. സോ 1 2 0 1 0 -6 2 1 0 0 0 0 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. 0 0 0 0 എന്ന് കിട്ടും. സോ ഇനി നിങ്ങൾ നോക്കിക്കേ, എത്ര നോൺ സീറോ റോസ് ഉണ്ട്? നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഇത് 0 റോ ആണ്. ഇപ്പൊ നമ്പർ ഓഫ് നോൺ സീറോ റോസ് 2 ആണ്. ഇപ്പൊ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ദെർഫോർ റാങ്ക് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 കിട്ടും ആൻസർ അല്ലെ. റാങ്ക് ഇസ് ഈക്വൽ ടു എന്താണ് കിട്ടുക? 2 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ബി അല്ലെ. ഓപ്ഷൻ ബി 2 ഇസ് അവർ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ. ഓപ്ഷൻ ബി 2 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 11ാമത്തെ ചോദ്യം. ഹൗ മെനി പ്രോപ്പർട്ടീസ് ക്യാൻ ബി ഹെൽഡ് ബൈ ആൻ അബീലിയൻ ഗ്രൂപ്പ്? ഒരു അബീലിയൻ ഗ്രൂപ്പ് എത്ര പ്രോപ്പർട്ടീസ് ഉണ്ട്? അത് ഹെൽഡ് ചെയ്യുന്ന എത്ര പ്രോപ്പർട്ടീസ് ആണ്? ആദ്യമേ ഗ്രൂപ്പ് എന്താണെന്ന് അറിയണം. ഗ്രൂപ്പാണ് അബീലിയൻ ഗ്രൂപ്പ് ആയിട്ട് മാറുക. ഗ്രൂപ്പ് ആവണം എന്നുണ്ടെങ്കിൽ എന്താണ്? ക്ലോസ്ഡ് ആയിരിക്കണം അല്ലെ. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. പിന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. പിന്നെ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടായിരിക്കണം. പിന്നെ ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം. ഈ 4 എണ്ണം മതി ഗ്രൂപ്പ് ആവാൻ അല്ലെ. ഗ്രൂപ്പ് ആവാൻ ഈ 4 പ്രോപ്പർട്ടീസ് മതി. പ്ലസ് ഒരു പ്രോപ്പർട്ടിയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോഴാണ് അതെന്തായിട്ട് മാറുക? അബീലിയൻ ഗ്രൂപ്പ് ആയിട്ട് മാറുക. ആ എക്സ്ട്രാ വരുന്ന പ്രോപ്പർട്ടി ആണ് എന്ത്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അല്ലെ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇതും കൂടെ ചേരുമ്പോൾ എന്തായി? ഇത് മൊത്തത്തിൽ എന്തായി? ഇതൊരു അബീലിയൻ ഗ്രൂപ്പ് ആയിട്ട് മാറുക. ഇതും കൂടെ ചേരുമ്പോഴാണ് അതെന്തായിട്ട് മാറുക? ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിട്ട് മാറുക. അപ്പൊ ഒരു അബീലിയൻ ഗ്രൂപ്പ് ആവണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ എത്ര പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം? 1 2 3 4 5 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഹൗ മെനി പ്രോപ്പർട്ടീസ് ഹെൽഡ് ബൈ ആൻ അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ സി 5 ആണ് ആൻസർ വരും അല്ലെ. യെസ്, ഇവിടുന്ന് ധാരാളമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഗ്രൂപ്പിന് എത്ര പ്രോപ്പർട്ടീസ് ഉണ്ടാവണം? ഒരു ചോദ്യമാണ്. 4 പ്രോപ്പർട്ടീസ്. അബീലിയൻ ഗ്രൂപ്പിന് എത്ര പ്രോപ്പർട്ടി ഉണ്ടാവണം? 5 പ്രോപ്പർട്ടീസ്. പിന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് എന്നുള്ള സംഭവം സാറ്റിസ്ഫൈ ചെയ്യും. അത് അബീലിയൻ ഗ്രൂപ്പ് ആവില്ല. കാരണം എന്താ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഏരിയ ആണ് അബ്സ്ട്രാക്ട് ഓൾജിബ്ര എന്ന് പറയുന്നത്. ഓൾജിബ്രായിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ, സോ അടുത്ത നോക്കാം നമുക്ക്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 12. If A is equal to 2 1 3 minus 1 and I is identity matrix, that is 1 0 0 1, then which of the following is a zero matrix? താഴെ പറയുന്നതിൽ ഏതാണ് ഒരു സീറോ മെട്രിക്സ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ ഏതാണ് ഒരു സീറോ മെട്രിക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? സോ ഇത് ആലോചിക്കുക. ഇതൊരിക്കലും ഓരോ ഓപ്ഷൻസ് ആയിട്ട് വെരിഫൈ ചെയ്ത് കൊണ്ടിരിക്കുക എന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഇത് സിലബസിൽ എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ് കെയ്ലി ഹാമിൽട്ടൺ അല്ലെ. കെയ്ലി ഹാമിൽട്ടന്റെ ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ചോദ്യം. തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക് തന്നെയാണ് കെയ്ലി ഹാമിൽട്ടൺ തിയറം എന്ന് പറയുന്നത്. കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? എവരി സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈ ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലെ. ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താലും അത് അതിന്റെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എല്ലാവരും സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിച്ചോളൂ. സ്റ്റേറ്റ്മെന്റും പ്രീവിയസ് വന്നിട്ടുണ്ട്. എവരി സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈ ഇറ്റ്സ് ഓൺ, അതിന്റെ തന്നെ ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഓക്കെ, ഇപ്പൊ 2/2 സ്ക്വയർ മെട്രിക്സിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. ലാംഡ സ്ക്വയർ മൈനസ് റേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ എന്ത് എഴുതാണ്? ആദ്യമേ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഒന്ന് കണ്ടുപിടിക്കുകയാണ്. ലാംഡ സ്ക്വയർ മൈനസ് റേസ് എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് കൂട്ടുക. 2 മൈനസ് 1 കൂടെ കൂട്ടിയാൽ 1 ആണ് വരിക. 1 ലാംഡ എന്ന് പറഞ്ഞാൽ ലാംഡ. ഓക്കെ,
ഡിറ്റർമിന്റ് എങ്ങനെയാണ് വരിക? ഡിറ്റർമിന്റ് ഓഫ് എ എന്ന് എടുത്തേ, -2 -3 -5 ആണ് ഡിറ്റർമിന്റ് ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പൊ ഇതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഓക്കെ, ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെയ്ലി ഹാമിൽട്ടൺ ഒന്ന് എഴുതിക്കേ. കെയ്ലി ഹാമിൽട്ടൺ, എവരി സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈ ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അതായത് ലാംഡനെ റീപ്ലേസ് ചെയ്ത് ആ മെട്രിക്സ് തന്നെ കൊടുക്കാം. മെട്രിക്സ് ക്യാപിറ്റൽ എ ആണ്. സോ ലാംഡനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എ വരുമ്പോ a² - a -5 എന്ന് എഴുതരുത്, 5i എന്ന് എഴുതണം. ദാറ്റ്സ് ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ്? മെട്രിക്സിൽ നിന്ന് നമ്പർ കുറയ്ക്കാൻ പറ്റില്ല, മെട്രിക്സിൽ നിന്ന് മെട്രിക്സേ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ 5നെ മെട്രിക്സ് ആക്കണമെങ്കിൽ വാല്യൂ 5 ആയിട്ട് തന്നെ നിൽക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് അങ്ങ് കൊടുത്താൽ മതി. ശരിയല്ലേ? അതായത് നമ്മുടെ സാധാരണ എണ്ണൽ സംഖ്യകളിലെ ഒന്നുപോലെ തന്നെയാണ് മെട്രിക്സിന്റെ ലോകത്ത് ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, ദെൻ ഇതിലേതാണ് സീറോ മെട്രിക്സ്? a² - a -5i 0 മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി a² - a -5i ആണ് ആൻസർ വരും. a² - a -5i ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 13ാമത്തെ ചോദ്യം. അഗെയിൻ ആപ്ലിക്കേഷൻ ഓഫ് കെയ്ലി ഹാമിൽട്ടൺ തിയറം. കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിന്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് 13ാമത്തെ ചോദ്യം. എ എന്ന് പറയുന്ന മെട്രിക്സ് ആണിത്. a² - 3i/2 എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? സോ ഒരിക്കലും ഇത് സ്ക്വയർ എടുത്തിട്ടൊക്കെ ചെയ്യാന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. യു ക്യാൻ ഡയറക്ട്ലി ഗോ വിത്ത് എന്താണ് കെയ്ലി ഹാമിൽട്ടൺ തിയറം. ഫോർ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ഹാവ് ടു റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോർ ദിസ് 3/3 സ്ക്വയർ മെട്രിക്സ്? Generally we can write lambda cube minus raise of a into lambda square plus minor 1 1 plus minor 2 2 plus minor 3 3 into lambda minus determinant of a is equal to 0. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോർ എ 3/3 സ്ക്വയർ മെട്രിക്സ്. നന്നായിട്ട് പഠിച്ചു വെക്കണം. സോ ലാംഡ ക്യൂബ് മൈനസ് റേസ്, പ്രിൻസിപ്പൽ ഡയഗണൽസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് കിട്ടുക. ലാംഡ സ്ക്വയർ പ്ലസ് മൈനസിന്റെ എല്ലാം സമ്മ്. ആദ്യത്തെ മൈനർ 1/1th പൊസിഷനിലെ മൈനർ 0 -1 -1 ആണ്. 2/2th പൊസിഷനിലെ മൈനർ എന്താണ് വരിക? 2/2th പൊസിഷൻ എലമെന്റ് 0 ആണ്. മൈനർ എടുക്കുമ്പോഴത്തേക്കിനും ഈ റോയും കോളവും കളഞ്ഞ് മൈനർ എടുക്കുമ്പോൾ 0 -1 അത് -1 ആണ്. 3/3th പൊസിഷനിൽ ഇതും കളഞ്ഞ് മൈനർ എടുത്താലും അത് -1 ആണ്. ഓക്കെ, അപ്പൊ 3 മൈനേഴ്സും നമുക്ക് കിട്ടുന്നത് -1 ആണ്. ക്ലിയർ ആണല്ലോ? അടുത്ത അത്രയും ലാംഡ മൈനസ് ഡിറ്റർമിന്റ് എടുക്കാം. ഡിറ്റർമിന്റ് എടുക്കുമ്പോൾ എന്താണ് വരിക? ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ് വരിക? 0 ഇൻറ്റു എഴുതുന്നില്ല, -1 ഇൻറ്റു -1 + 1 ഇൻറ്റു 1, അതായത് 1 + 1 2 ആണ് ഡിറ്റർമിന്റ് കിട്ടുക. 2 is equal to 0. അപ്പൊ ഡിറ്റർമിന്റ് ഓഫ് എ എന്ന് പറയുന്നത് സോൾവ് ചെയ്തെടുക്കുക, നിങ്ങൾക്ക് 2 ആണ് കിട്ടുക ആൻസർ. അല്ലെ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്താ നമ്മൾ നോക്കണ്ടേ? ഇതിന്റെ കറസ്പോണ്ടിങ് കെയ്ലി ഹാമിൽട്ടൺ എഴുതുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെ? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെയ്ലി ഹാമിൽട്ടൺ എഴുതുക. സോ a³ 0 a² എഴുതണ്ട, -3 ഇവിടെ ലാംഡ ഉണ്ട്, -3a എന്ന് വരും. -2 is equal to എന്താണ്? 0. a³ - 3a - 2i is equal to 0. -2i is equal to 0. ഇതാണ് ഇതിന്റെ എന്തെന്ന് പറയാ? കെയ്ലി ഹാമിൽട്ടൺ എന്ന് പറയാം. അല്ലെ? ഇത് സോൾവ് ആക്കി എഴുതാൻ നിങ്ങൾക്ക് അറിയാലോ. എന്താണ് വരിക? ലാംഡ ക്യൂബ് 0 ലാംഡ സ്ക്വയർ എഴുതണ്ട, -1 -1 -1 -3 ലാംഡ വരും. -2 is equal to 0. ഇതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അതിനകത്ത് ലാംഡനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെയ്ലി ഹാമിൽട്ടൺ അനുസരിച്ചിട്ടുള്ള ഫോർമുല നമുക്ക് കിട്ടും. a³ - 3a - 2i. 2 നമുക്ക് മെട്രിക്സിൽ നിന്ന് കുറയ്ക്കാൻ പറ്റില്ല, അവിടെ ഐഡന്റിറ്റി മെട്രിക്സ് എഴുതുന്ന കാര്യം മറന്നു പോരുത്. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യത്തിൽ നമുക്ക് ആവശ്യം a²നെയാണ്. അല്ലെ? ചോദ്യത്തിൽ നമുക്ക് ആവശ്യം ആരുടെയാണ്? a²നെയാണ്. അത് ശ്രദ്ധിക്കാം. ചോദ്യത്തിൽ നമുക്ക് ആവശ്യം a²നെയാണ്. അപ്പൊ a² കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ഒരു a ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഇപ്പൊ ഞാനൊരു a ഇൻവേഴ്സ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. നോക്കിക്കോളൂ. a ഇൻവേഴ്സ് ഇൻറ്റു
ഇവിടെ എ ക്യൂബ് ഉണ്ട്. എ ക്യൂബിനെ ഞാൻ എ ഇൻറ്റു എ സ്ക്വയർ നോക്കുകയാണ്. -3 ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ -2 ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു ഐ ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 0 ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു മെട്രിക്സും അതിന്റെ ഇൻവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നതും എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറയുന്നതും ഐഡന്റിറ്റി മെട്രിക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആവും. ദാറ്റ് ഈസ് ഇൻറ്റു എ സ്ക്വയർ. ഇവിടെ -3 ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താവും? ഐഡന്റിറ്റി മെട്രിക്സ് ആവും. ശരിയാണല്ലോ. എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താവും? ഐഡന്റിറ്റി മെട്രിക്സ് ആവും. യെസ്, നോക്കിക്കോ. മൈനസ് എ ഇൻവേഴ്സ് ഇൻറ്റു ഐ. ഏതൊരു മെട്രിക്സ് എടുത്താലും അതിനെ ഐ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മെട്രിക്സ് തന്നെയാണ് തിരിച്ചു കിട്ടുക. അതാണ് ഐഡന്റിറ്റി മെട്രിക്സിന്റെ പ്രത്യേകത. ഇപ്പൊ നമ്മൾ സാധാരണ നമ്പേഴ്സിൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. 1ഉമായിട്ട് താരതമ്യപ്പെടുത്തി ആലോചിക്കുക. ഏതൊരു നമ്പറിനെ 1 കൊണ്ട് ഗുണിച്ചാലും എനിക്ക് ആ നമ്പർ തന്നെ തിരിച്ചു കിട്ടും. ഇപ്പൊ 5 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അതേപോലെ തന്നെ ഏതൊരു മെട്രിക്സിനെയും ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് ആ മെട്രിക്സ് തന്നെയാണ് തിരിച്ചു കിട്ടുക. അപ്പൊ എ ഇൻവേഴ്സിനെ ഐ കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് എ ഇൻവേഴ്സിനെ തന്നെയാണ് തിരിച്ചു കിട്ടുക. അപ്പൊ 2 എ ഇൻവേഴ്സ് എന്ന് വരും ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? 0. അപ്പൊ ഇപ്പൊ പറഞ്ഞ കൺസെപ്റ്റ് എല്ലാവരും ഒന്ന് ഉപയോഗിച്ചേ. ഐനെ എ സ്ക്വയർ കൊണ്ട് ഗുണിച്ചാൽ എ സ്ക്വയർ തന്നെയാണ് തിരിച്ചു കിട്ടുക. -3i -2 എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 0. ശരിയാണല്ലോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫ്രം ദിസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? -2 ഇൻവേഴ്സ് ഇപ്പുറം എടുക്കുക. 2 എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ -3i അല്ലെ. എ സ്ക്വയർ -3i. സോ ഇവിടുന്ന് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എ സ്ക്വയർ -3i ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ശരിയാണല്ലോ. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ -3i ബൈ 2. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എ സ്ക്വയർ -3i ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എന്താണ്? എ ഇൻവേഴ്സ് ആണ്. ശരിയല്ലേ. എ സ്ക്വയർ -3i ബൈ 2 എന്ന് പറയുന്നത് എന്താണ്? എ ഇൻവേഴ്സ് ആണ്. അപ്പൊ അവർ ചോദിക്കുന്നത് എ സ്ക്വയർ -3i ബൈ 2 എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഓപ്ഷൻ സി എ ഇൻവേഴ്സ് ആണ് നമ്മുടെ ആൻസർ അല്ലെ. ഓപ്ഷൻ സി എ ഇൻവേഴ്സ് ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 14ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 14. For which value of a the system x plus 2y is equal to 1, 2x plus ay is equal to 1 is inconsistent. ഇൻകൺസിസ്റ്റന്റ് ആവുന്നത് എപ്പോഴാണ് എന്നാണ്. അത് എയുടെ വാല്യൂ എന്ത് വരുമ്പോഴാണ് ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻകൺസിസ്റ്റന്റ് ആവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നോക്കാം. രണ്ട് ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ 2x പ്ലസ് ay ഇസ് ഈക്വൽ ടു 1 എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് നോർമലി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സിന്റെ വാല്യൂസ് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യുക. ശരിയാണല്ലോ. അവിടെ എ എന്ന് പറയുന്നത് കോയിഫിഷ്യന്റ് മെട്രിക്സ് ആണ് അല്ലെ. കോയിഫിഷ്യൻസിന്റെ മെട്രിക്സ് ഇവിടെ ആണെങ്കിൽ 1ഉം 2ഉം 2ഉം എയും. ശരിയാണല്ലോ. കോയിഫിഷ്യൻസിന്റെ മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. ഇനി എ ഇൻവേഴ്സ് എന്താണെന്ന് അറിയാം നമുക്ക്. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. സോ എ ഇൻവേഴ്സിന് പകരം അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ബി എന്ന് എഴുതാം. ഇതിന്റെ നിലനിൽപ്പിന്റെ കണ്ടീഷൻ എന്താണ്? പ്രൊവൈഡഡ് ദാറ്റ് ദിസ് ഡിറ്റർമിനന്റ് ഓഫ് എ എന്താവരുത്? 0 ആവരുത്. ശരിയല്ലേ. ഇതാണ് കണ്ടീഷൻ ഫോർ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ കണ്ടീഷൻ ഫോർ കൺസിസ്റ്റൻസി എന്ന് നമുക്ക് പറയാം. കൺസിസ്റ്റന്റ് ആവാനുള്ള കണ്ടീഷൻ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇൻകൺസിസ്റ്റന്റ് ആവണമെങ്കിൽ അതൊരു സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം. സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻകൺസിസ്റ്റന്റ് ആണ്. ഓക്കെ, ഇൻകൺസിസ്റ്റന്റ്. അപ്പൊ ഈ ഇൻകൺസിസ്റ്റന്റ് ആവാനുള്ള എയുടെ വാല്യൂ ആണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലെ. ഇൻകൺസിസ്റ്റന്റ് ആവാനുള്ള എയുടെ വാല്യൂ ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആവുമ്പോൾ സ്മോൾ ലെറ്റർ എ എന്താവും എന്ന് നോക്കിയാൽ മതി. ശരിയല്ലേ. ഡിറ്റർമിനന്റ് ഓഫ് എനെ നമുക്ക് എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യാം? 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ഇംപ്ലൈസ് എ മൈനസ് 4 ഇസ് ഈക്വൽ ടു 0 അല്ലെ. എ മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. അവിടുന്ന് എ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4 കിട്ടും. എ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4 കിട്ടും. ക്ലിയർ ആണല്ലോ. സോ ഓപ്ഷൻ ഡി 4 ആണ് ആൻസർ വരും. ഓപ്ഷൻ ഡി 4 ആണ് നമ്മുടെ ആൻസർ വരും.
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 15ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 15. സമാനമായ ചോദ്യം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് x plus y plus z is equal to 3, x minus z is equal to 0, x minus y plus z is equal to 1 has unique solution, no solution, infinite solution, none of these. ഓക്കെ, അപ്പൊ നമുക്ക് ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് വേണമെങ്കിൽ കൺസിസ്റ്റൻസി നോക്കാം. ക്രാമേഴ്സ് റൂൾ എന്താണ്? വാട്ട് യു മീൻ ബൈ ക്രാമേഴ്സ് റൂൾ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കൺസിസ്റ്റൻസി നോക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന നല്ലൊരു മെത്തേഡാണ് ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്നത്. ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ 3 ഇക്വേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിൽ 3 ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് a1x പ്ലസ് b1y പ്ലസ് c1 is equal to c1z is equal to d1, a2x plus b2y plus c2z is equal to d2, a3x plus b3y plus c3z is equal to d3. ഇങ്ങനെ 3 ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൽ എക്സും വൈയും ഇസഡും ക്രാമേഴ്സ് റൂൾ പ്രകാരം എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതേ ക്രാമേഴ്സ് റൂൾ തന്നെ ഈ പറയുന്ന കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് കോയിഫിഷ്യൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക എന്നുള്ളതാണ്. അതായത് ഡി കണ്ടുപിടിക്കുക. ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനന്റ് a1 b1 c1, a2 b2 c2, a3 b3 c3. ഓക്കെ, അതിനുശേഷം d1 എന്ന് പറയുന്നത് 3 ഡിറ്റർമിനന്റുകളൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ d1 എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് കോളത്തിനെ, ഡിയുടെ ഫസ്റ്റ് കോളത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കോൺസ്റ്റൻസ് ആയിട്ടുള്ള ഈ d1 d2 d3 കയറി വരും. ഫസ്റ്റ് കോളത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്. ഇപ്പൊ d1 d2 d3 ഇവിടേക്ക് വരും. ബാക്കിയെല്ലാം സെയിം. b1 b2 b3 c1 c2 c3. ഓക്കെ, ഇനി d2 എന്ന് പറഞ്ഞാലോ? d2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോളത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ കോൺസ്റ്റന്റ് വരിക, അല്ലെ? സെക്കൻഡ് കോളത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് d1 d2 d3 വരും. ബാക്കിയെല്ലാം സെയിം. അതായത് a1 a2 a3 അവിടെ തന്നെ ഉണ്ട്. ഈ c1 c2 c3 അവിടെ തന്നെ ഉണ്ട്. സെക്കൻഡ് കോളത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആര് വരും? d1 d2 d3 വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ d3 എന്തായിരിക്കും? ഫസ്റ്റ് 2 കോളം സെയിം ആയിരിക്കും. തേർഡ് കോളത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് d1 d2 d3 വരും. അതായത് ഡിയുടെ a1 a2 a3 അവിടെ തന്നെ ഉണ്ട്. b1 b2 b3 അവിടെ തന്നെ ഉണ്ട്. തേർഡ് കോളത്തിനെ റീപ്ലേസ് ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കോൺസ്റ്റന്റ് d1 d2 d3 അങ്ങോട്ട് കയറി വരും. ഓക്കെ, ഇനി ഇത്രയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സ് എന്ന് പറയുന്നത് d1 ബൈ ഡി എടുത്താൽ മതി. വൈ കണ്ടുപിടിക്കണമെങ്കിൽ d2 ബൈ ഡി എടുത്താൽ മതി. ഇസഡ് കണ്ടുപിടിക്കണമെങ്കിൽ d3 ബൈ ഡി എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കാം. ഇതാണ് ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് കൺസിസ്റ്റൻസി പറയാം എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് നമ്മളിപ്പോ പറഞ്ഞ ആ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന്റെ, നിങ്ങൾ ഈ കാണുന്ന സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന്റെ കൺസിസ്റ്റൻസി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നോക്കുക. അപ്പൊ ഞാൻ ആദ്യമേ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ആദ്യമേ ഈ ഡി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത്. ഡി കണ്ടുപിടിക്കുക, കോയിഫിഷ്യൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. സോ 1 1 1, എക്സിൻ്റെത് 1, വൈയുടെ 0, ഇസഡിന്റെ -1, പിന്നെ 1 -1 1. ഓക്കെ, ഈ ഡിറ്റർമിനന്റ് എടുക്കുക. ഇനി ഈ ഡി നോട്ട് ഈക്വൽ ടു 0 കിട്ടിയെന്ന് വെച്ചോളൂ. അതിനുശേഷം ഏതെങ്കിലും ഒരു d1 d2 d3 ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ച് നോക്കുക. അതും നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം നോട്ട് ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ യുണീക് സൊല്യൂഷൻ കൺഫേം ചെയ്യാം. അതാണ് കൂട്ടത്തിൽ ഏറ്റവും എളുപ്പമുള്ളൊരു വഴി. ഓക്കെ, അല്ലെങ്കിൽ എലമെന്ററി ഓപ്പറേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതിയിട്ട് റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും വെച്ചുകൊണ്ട് കൺസിസ്റ്റൻസി പറയാം.
ഓക്കെ, എ ബി എന്ന് പറയുന്നത് ഓഗ്മെന്റഡ് മെട്രിക്സ്, എ എന്ന് പറയുന്ന കോയിഫിഷ്യൻ മെട്രിക്സ്. ആ രീതിയിൽ കൺസിസ്റ്റൻസി പറയാം. ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് നമുക്ക് കൺസിസ്റ്റൻസി പറയാം. പിന്നെ അങ്ങനെ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന്റെ കൺസിസ്റ്റൻസി പറയാനായിട്ട്. ഏതെങ്കിലുമൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഇതേപോലെ നമുക്ക് സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ പെട്ടെന്ന് വെരിഫൈ ചെയ്യാവുന്ന ഒരെണ്ണമാണ് ക്രാമേഴ്സ് റൂള്. ഇപ്പൊ ക്രാമേഴ്സ് റൂളിന്റെ നിങ്ങൾ ഈ കാണുന്ന ക്രാമേഴ്സ് റൂളും ചില്ലറക്കാരനല്ല. അവന്റെ ഏറ്റവും പ്രാധാന്യാർഹിതമായ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സാധാരണഗതിയിൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ട് സോൾവ് ചെയ്യണം. ഇപ്പൊ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ആണെങ്കിൽ 3/3 സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ 9 എലമെന്റുകളുടെ കോഫാക്ടർ കണ്ടുപിടിച്ച് കോഫാക്ടർ മെട്രിക്സ് എഴുതി ട്രാൻസ്പോസ് എടുത്ത് അഡ്ജോയിന്റ് കണ്ടുപിടിച്ച് ഡിറ്റർമിന്റ് കണ്ടുപിടിച്ച് അഡ്ജോയിന്റിനെ ഡിറ്റർമിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇൻവേഴ്സ് കണ്ടുപിടിച്ച് ആ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്ത് വന്നിട്ട് ഫൈനലി ഇക്വേറ്റ് ചെയ്യുന്ന മൊമെന്റിലാണ് നമുക്ക് എക്സും വൈയും ഇസഡും കൂടെ ഒരുമിച്ചിട്ട് കിട്ടുക, അല്ലെ? പക്ഷെ ക്രാമേഴ്സ് റൂളിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രാധാന്യാർഹിതമായ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, എക്സ് വേണോ നിങ്ങൾക്ക് ടിയും D1 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നേരിട്ട് എക്സ് കിട്ടും. അതായത് വൈയോ ഇസഡോ കണ്ടുപിടിക്കേണ്ട ഒരു സിംപ്ലിഫിക്കേഷനും ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി ഏത് മെത്തേഡ് എടുത്താലും ഫൈനൽ മൊമെന്റിലാണ് എക്സും വൈയും ഇസഡും കൂടെ ഒരുമിച്ചിട്ട് ഇങ്ങോട്ട് കിട്ടുക. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നമുക്ക് ആവശ്യമില്ലാത്ത സാധനം വേണ്ട, എക്സ് മാത്രമേ ചോദിക്കുന്നുള്ളെങ്കിൽ അത് നേരിട്ട് കിട്ടും. വൈ മാത്രമേ ചോദിക്കുന്നുള്ളെങ്കിൽ ടിയും T2 എടുക്കുക, നേരെ വൈ കിട്ടും. അവിടെ നമുക്ക് D3 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, D1 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇസഡ് വേണോ? ഇസഡ് വേണമെങ്കിൽ നിങ്ങൾ ടിയും D3 എടുത്താൽ മതി, നിങ്ങൾക്ക് നേരെ ഇസഡ് കിട്ടും. ഇപ്പോഴവർ കൂടുതൽ ഇതാണ് ചോദിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ, ദ ഫണ്ടമെന്റൽ ലോജിക്കൽ റീസൺ ബിഹൈൻഡ് ദിസ് ഈസ് പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നിട്ട് സോൾവ് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് എന്തായാലും ഓപ്ഷൻ തരണമല്ലോ. ഓപ്ഷനകത്ത് എക്സും വൈയും ഇസഡും അവർക്ക് തരണമല്ലോ. മിനിമം ലോജിക് ഉള്ള ഒരാൾ ആ എക്സും വൈയും ഇസഡും തിരിച്ച ഓപ്ഷനിൽ കൊണ്ട് കൊടുത്തിട്ട് ഏത് ഓപ്ഷൻ ആണ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നോക്കി ഉത്തരത്തിലേക്ക് എത്തും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് അവര് ഏതെങ്കിലും ഒരു വേരിയബിൾ ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കുക. അതായത് ഒന്നില്ലെങ്കിൽ എക്സ് മാത്രം ചോദിക്കും. എക്സ് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ഓപ്ഷനിൽ കൊണ്ട് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല ഒരു വേരിയബിൾ ചോദിക്കുമ്പോൾ, അല്ലെ? അപ്പോഴാണ് ഈ മെത്തേഡിന്റെ പ്രസക്തി. അല്ലാത്ത നമ്മൾ നോർമലി സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി വെരി വെരി ടൈം കൺസ്യൂമിങ്, അല്ലെ? ക്രാമേഴ്സ് റൂൾ അറിയാവുന്ന ഒരാൾക്ക് വലിയ സമയം എടുക്കാണ്ട് എക്സ് മാത്രം ചോദിച്ചാൽ എക്സിലേക്ക് എത്താം, വൈ മാത്രം ചോദിച്ചാൽ വൈയിലേക്ക് എത്താം, ഇസഡ് മാത്രം ചോദിച്ചാൽ ഇസഡിലേക്ക് എത്താം. ഈ അഡ്വാൻറ്റേജിനെ കുറിച്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ബോധവാന്മാരായിരിക്കണം. ഓക്കെ, യെസ്. ഇപ്പൊ ഞാൻ ഈ ഒരു കോയിഫിഷ്യൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുക്കുകയാണ്. ഇത് ചെയ്യുമ്പോൾ എന്താണ് വരിക? D is equal to 1 into 0 minus 1. അപ്പൊ അത് -1 തന്നെയാണ് കിട്ടുക. -1 into 1 plus 1 plus 1 into -1. അതായത് -1 -2 -1 -4 നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഒരു D1 കൂടെ എടുത്ത് നോക്കാം. D1 കൂടെ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ വി ക്യാൻ കൺഫേം വിത്ത് യൂണിക് സൊല്യൂഷൻ. ഓക്കെ, ഇപ്പൊ D1 എടുത്ത് നോക്കുകയാണ് ഞാൻ. D1 അതായത് ഫസ്റ്റ് കോളത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആൾക്കാർ 3 0 1 അല്ലെ, 3 0 1 ഫസ്റ്റ് കോളത്തിനെ റീപ്ലേസ് ചെയ്ത് ഞാൻ കൊടുക്കുകയാണ്. 3 0 1, ബാക്കിയെല്ലാം സെയിം. 1 0 -1 1 -1 1 അതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. സോ ഇത് ചെയ്യുമ്പോൾ എന്താണ് വരിക? 3 into 0 -1 -1 into 0 -1 അത് +1 വരും, +1 into 0 അതായത് -3 -1 ഇത് -4 തന്നെയാണ് കിട്ടുക. ആൻഡ് ദിസ് ഈസ് ഓൾസോ നോട്ട് ഈക്വൽ ടു 0. ഇനി ഇൻ എ കേസ് ഇത് നോട്ട് ഈക്വൽ ടു 0 ഐ എം കൺഫേംഡ് വിത്ത് യൂണിക് സൊല്യൂഷൻ ആണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, എക്സ് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. D1നെ D കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് -4 / -4 1. ഈ ഇക്വേഷനകത്ത് എക്സിന്റെ വില എത്ര? 1. ബാക്കി വൈയോ ഇസഡോ നമുക്ക് നിലവിൽ അറിയില്ല. എക്സ് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ട് ആൻസർ ആയി. ഇപ്പം ഇനി എക്സ് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വിചാരിക്കുക. ഓപ്ഷനിൽ 1 ഉണ്ടാവും. ആ 1 കൊടുത്ത് മോഡലുള്ള ഇക്വേഷൻസിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലെ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ 15ാമത്തെ ചോദ്യം. അടുത്തത് നോക്കിയോളൂ, 16ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 16.
ദ കണ്ടീഷൻ ഓൺ ലാംഡ ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇത് യുണീക് സൊല്യൂഷൻ ആയിരിക്കണം. യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ E1 എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. കോയിഫിഷ്യൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലെ. ഇപ്പൊ കോയിഫിഷ്യൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുത്തോളൂ. 3 -1 4 1 2 -3 6 5 ലാംഡ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം ആൻസർ കിട്ടുന്നുണ്ടാവുക. ശരിയല്ലേ? സോ 3 × 2 ലാംഡ പ്ലസ് 15 പ്ലസ് 1 × ലാംഡ പ്ലസ് 18 പ്ലസ് 4 × 5 - 12 ഈസ് നോട്ട് ഈക്വൽ ടു എന്താണ്? 0. സോ 6 ലാംഡ പ്ലസ് 45 പ്ലസ് ലാംഡ പ്ലസ് 18 പ്ലസ് 20 മൈനസ് 48 ഈസ് നോട്ട് ഈക്വൽ ടു 0. 6 ലാംഡയും ലാംഡയും കൂടെ കൂട്ടി 7 ലാംഡ. ബാക്കി എന്താണ് വരിക? 45 നിന്ന് 48 കുറച്ചു കഴിഞ്ഞാൽ -3 18 20 -3 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. 18 നിന്ന് 3 കുറച്ചാൽ 15 15 20 20 10 30 10 35. സോ പ്ലസ് 35 ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ 7 ലാംഡ പ്ലസ് 35 ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അവിടെ നിന്ന് എന്ത് കിട്ടും? 7 ലാംഡ നോട്ട് ഈക്വൽ ടു -35 എന്ന് കിട്ടും. അവിടുന്ന് ലാംഡ നോട്ട് ഈക്വൽ ടു -5 എന്ന് കിട്ടും അല്ലെ. 7 5 ആണ് 35. സോ ലാംഡ നോട്ട് ഈക്വൽ ടു -5. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക കേട്ടോ. ലാംഡ ഈക്വൽ ടു വരുന്ന കണ്ടീഷൻ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഓൾറെഡി ഉറപ്പിക്കാം. 2 ഓപ്ഷൻ ഓൾറെഡി കളയാം. എയോ ബിയോ ആയിരിക്കും ആൻസർ. ലാംഡ നോട്ട് ഈക്വൽ ടു -5 എന്നുള്ളതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 17ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രിപ്പോസിഷൻ P and negation P or Q is. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 16 17. ഈ പ്രിപ്പോസിഷൻ എന്താണ്? ഒരു ടോട്ടോളജി ആണോ, കോൺട്രഡിക്ഷൻ ആണോ, P and Q ആണോ, അതോ മോളിൽ പറയുന്ന എല്ലാം ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോ എന്താ അപ്ലൈ ചെയ്യാം? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ട്രൂത്ത് ടേബിൾ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ജസ്റ്റ് ഇത് നമുക്ക് അസോസിയേറ്റീവ് ലോ വെച്ചിട്ട് പെട്ടെന്ന് പറയാം അല്ലെ. അസോസിയേറ്റീവ് ലോ വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാം. P and negation Pക്ക് അത് അസോസിയേറ്റ് ചെയ്യുക, ഓർ Q. P and negation P എന്ന് പറയുന്നത് എന്താണ്? അല്ലെ, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എടുത്തോളൂ. P and ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എടുക്കുമ്പോൾ എന്താണ് വരിക? പെട്ടെന്ന് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എടുത്തേ. P and negation P or P and Q അല്ലെ. P and negation P or P and Q. P and negation P എന്ന് പറയുന്നത് എന്താണ്? P and negation P false ആണ് അല്ലെ, for P and Q. അപ്പം ഫോൾസുമായിട്ട് ഓർ എടുത്തു കഴിഞ്ഞാൽ P and Q തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുക. and that is equivalent to P and Q. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക, equivalent to P and Q. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 18ാമത്തെ ക്വസ്റ്റ്യൻ. The statement P and P implies Q and R is equivalent to. Okay, P implies Q നെ നമുക്ക് എങ്ങനെ എഴുതാം? നെഗേഷൻ P or Q എന്ന് എഴുതാം. ശരിയാണല്ലോ. അപ്പൊ P and negation P or Q and R. So this is P and negation P or P and Q and R എന്ന് വരും അല്ലെ. P and negation P false ആണ്, or P and Q and R. ഫോൾസുമായിട്ട് ഓർ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? P and Q തന്നെയാണ് കിട്ടുക, and R. ഓക്കെ, P and Q and R എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല അല്ലെ. P and Q and R എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരിക കേട്ടോ. നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരിക. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും നമുക്ക് ഇതിലേക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരിക.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 19ാമത്തെ ചോദ്യം. ദ സ്റ്റേറ്റ്മെന്റ് P implies Q ആൻഡ് നെഗേഷൻ Q is equivalent to. ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. P implies Q എന്ന് പറയുന്നത് നെഗേഷൻ P ഓർ Q എന്ന് എഴുതാം. ആൻഡ് നെഗേഷൻ Q ഇതെന്ത് വരും? ഇത് നെഗേഷൻ P ആൻഡ് നെഗേഷൻ Q ഓർ Q ആൻഡ് നെഗേഷൻ Q. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് അപ്ലൈ ചെയ്തത് അല്ലെ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് അപ്ലൈ ചെയ്തു. സോ നെഗേഷൻ P ആൻഡ് നെഗേഷൻ Q ഓർ Q ആൻഡ് നെഗേഷൻ Q എന്ന് പറയുന്നത് ഫോൾസ് ആണ് അല്ലെ. Q ആൻഡ് നെഗേഷൻ Q എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഫോൾസുമായിട്ട് ഓർ എടുത്തു കഴിഞ്ഞാൽ നെഗേഷൻ P ആൻഡ് നെഗേഷൻ Q ആണ് കിട്ടുക. ആൻഡ് ദിസ് ഈസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? ഡിമോർഗൻസ് ലോ. എന്താണ്? ഡിമോർഗൻസ് ലോ. ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്താൽ നെഗേഷൻ ഓഫ് P ഓർ Q ആണ് അല്ലെ. നെഗേഷൻ ഓഫ് P ഓർ Q ആണ് നെഗേഷൻ P ആൻഡ് നെഗേഷൻ Q എന്ന് പറയുന്നത് അല്ലെ. നെഗേഷൻ P ആൻഡ് നെഗേഷൻ Q എന്താണ്? നെഗേഷൻ ഓഫ് P ഓർ Q. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി, നെഗേഷൻ ഓഫ് P ഓർ Q ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ 19ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 20ാമത്തെ ക്വസ്റ്റ്യൻ. Question number 20. The number of one-to-one functions from a set A containing 4 elements to a set B containing 5 elements. ഇപ്പൊ A എന്ന് പറയുന്ന സെറ്റിനകത്ത് 4 എലമെന്റ് ഉണ്ട്. B എന്ന് പറയുന്ന സെറ്റിനകത്ത് 5 എലമെന്റ് ഉണ്ട്. നമ്പർ ഓഫ് one-to-one functions NPR ആണ് ഫോർമുല. N is greater than R. ഇപ്പൊ വലുത് ഇവിടെ 5 ആണ്. സോ 5P4 ആണ് നമ്പർ ഓഫ് one-to-one functions from A to B എന്ന് പറയുന്നത് അല്ലെ. NPR എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N മൈനസ് R ഫാക്ടോറിയൽ ആണ് അല്ലെ. 5P4 എന്ത് വരും? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 മൈനസ് 4 ഫാക്ടോറിയൽ. സോ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. അതെന്ത് തന്നെയാണ് കിട്ടുക? 5 ഫാക്ടോറിയൽ തന്നെയാണ് കിട്ടുക. 5 ഫാക്ടോറിയൽ എത്രയാണ്? 120. ഓപ്ഷൻ സി 120 is the required solution. ക്ലിയർ ആണല്ലോ. ഓപ്ഷൻ സി 120 ആണ് നമ്മുടെ ആൻസർ വരിക. സോ അടുത്ത 21ാമത്തെ ചോദ്യം നോക്കിയോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 21. 7C0 plus 7C1 plus 7C2 plus etc plus 7C7. കോമ്പിനേഷനിലെ ചോദ്യമാണെന്ന് വിചാരിക്കരുത് കാണുമ്പോൾ. ഇത് എവിടുത്തെ ക്വസ്റ്റ്യൻ ആണ്? ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ പർട്ടിക്കുലർലി ഫ്രം ബൈനോമിയൽ തിയറം അല്ലെ. ബൈനോമിയൽ തിയറത്തിൽ കോഎഫിഷ്യൻസിന്റെ സമ്മിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർമുല നിങ്ങൾ പഠിക്കുന്നതാണ്. എന്താണ്? NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് എക്സെട്ര പ്ലസ് NCN എന്ന് പറഞ്ഞാൽ എന്താണ്? 2 n ആണ് അല്ലെ. അപ്പൊ അത് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? 7C0 പ്ലസ് 7C1 പ്ലസ് 7C2 പ്ലസ് എക്സെട്ര പ്ലസ് 7C7 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. അപ്പൊ ഓപ്ഷൻ സി 2 ആണ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 22. 22ാമത്തെ ചോദ്യം. The constant term in the expansion of root x minus 2 by x square whole raised to 10. എന്താണ് ഈ കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത്? കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞാൽ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. എക്സ് ഇല്ലാത്ത ടേം അല്ലെ. ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റന്റ് ടേം. അതായത് അതിനകത്ത് എക്സ് ഉണ്ടാവരുത്. എക്സിന്റെ പവർ 0 ആക്കണം അല്ലെ. അപ്പൊ ആദ്യമേ തന്നെ ജനറൽ ടേം എഴുതുക. ഫോർ ദാറ്റ് ഐ എം കമ്പയറിംഗ് ദിസ് വിത്ത് a plus b whole raised to n. എയും ബിയും എന്നും ഒക്കെ ഒന്ന് എഴുതി വെച്ചോളൂ. എ എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ്, ബി എന്ന് പറഞ്ഞാൽ -2 by x square, n എന്ന് പറഞ്ഞാൽ എന്താണ്? 10. ശരിയാണല്ലോ. സോ വാട്ട് ഈസ് ദ ജനറൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് a plus b whole raised to n? tr plus 1 is equal to ncr a raised to n minus r b raised to r. ഇതാണ് ജനറൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് a plus b whole raised to n എന്ന് പറയുന്നത്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് വരും? 10cr root x raised to 10 minus r minus 2 by x square raised to r. ശരിയാണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ സിംപ്ലിഫൈ ചെയ്യാം. റൂട്ട് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം?
എക്സ് റൈസ് ടു ഹാഫ് എന്ന് എഴുതാം അല്ലെ. സ്ക്വയർ റൂട്ട് ഓഫ് എനി നമ്പർ ക്യാൻ ബി റിട്ടേൺ ആസ് ദാറ്റ് നമ്പർ റൈസ് ടു ഹാഫ്. ശരിയാണല്ലോ. അപ്പൊ അത് പ്രകാരം 10 CR എക്സ് റൈസ് ടു ഹാഫ് റൈസ് ടു 10 - R എന്ന് വരും. ഇനി ഇവിടെ രണ്ടുപേർക്കും സെപ്പറേറ്റ് പവർ കൊടുക്കുക. -2 റൈസ് ടു R ഉണ്ട്, എക്സ് റൈസ് ടു 2R ഉണ്ട്. ശരിയാണല്ലോ. ഇനി ദിസ് ഈസ് ഈക്വൽ ടു 10 CR -2 റൈസ് ടു R ഇങ്ങോട്ട് മാറ്റി നിർത്തുക. എക്സ് റൈസ് ടു ഇനി ഇവിടെ എ റൈസ് ടു എം റൈസ് ടു എൻ, എ റൈസ് ടു എം എൻ ആണ് അല്ലെ. അപ്പൊ ഹാഫും 10 - R ഗുണിച്ചാൽ 10 - R/2 വരും. ബാക്കി എന്താണ്? ഇവിടെ ഒരു എക്സ് റൈസ് ടു 2R ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 2R ഉണ്ട്, അത് മുകളിലേക്ക് എടുക്കുക. എക്സ് റൈസ് ടു -2R വരും. ഓക്കെ. ഇനി ഈ പവേഴ്സ് ആഡ് ചെയ്യുക. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ ആണ് അല്ലെ. സോ ഇതെന്താണ് വരിക? ഫർദർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10 CR -2 റൈസ് ടു R, എക്സിന്റെ പവറിൽ എന്താണ് വരിക? എക്സ് റൈസ് ടു ഇവിടെ ഈ പവേഴ്സ് കൂട്ടുക. 10 - R ഡിവൈഡഡ് ബൈ 2 -2R അല്ലെ. -2R 10 - R/2 -2R. ഇതാണ് എക്സിന്റെ പവറിൽ നമുക്ക് കിട്ടുക. ശരിയാണല്ലോ. എക്സിന്റെ പവറിൽ കിട്ടുന്ന സാധനം 10 - R/2 -2R ആണ്. അയാള് 0 ആവണം. അയാൾ 0 ആവുമ്പോഴാണ് എക്സിന്റെ പവർ 0 ആവുക. അപ്പോഴാണ് അത് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആയിട്ട് മാറുക. ശരിയാണല്ലോ. സോ അതിന്റെ പവറിനെ ഞാൻ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. ദാറ്റ് 10 - R ഡിവൈഡഡ് ബൈ 2 -2R ഇസ് ഈക്വൽ ടു 0. ഓക്കെ. -2R അപ്പുറം എടുക്കാം. 10 - R/2 ഇസ് ഈക്വൽ ടു 2R എന്ന് വരും. 2 ഇങ്ങോട്ട് വരുമ്പോൾ 10 - R ഇസ് ഈക്വൽ ടു 4R എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് -R ഇപ്പുറം എടുക്കുക. 4R-ഉം R-ഉം കൂട്ടിയാൽ 5R അല്ലെ. 5R ഇസ് ഈക്വൽ ടു 10 എന്ന് വരും. അവിടുന്ന് R ഇസ് ഈക്വൽ ടു 10/5 2 കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് R-ന്റെ വാല്യൂ എന്ത് കിട്ടിയിട്ടുണ്ട്? 2 കിട്ടിയിട്ടുണ്ട്. ഓക്കെ. R-ന്റെ വാല്യൂ 2 കിട്ടിയിട്ടുണ്ട്. ആ R-ന്റെ വാല്യൂ നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. R-ന്റെ വാല്യൂ ഈ കാണുന്ന സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ടേം കിട്ടും. ശരിയാണല്ലോ. R-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഈ എക്സിന്റെ പവറിൽ വീണ്ടും കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് 0 ആയി പോവില്ലേ? 0 ആവുന്ന വാല്യൂ ആണല്ലോ 2 എന്ന് പറയുന്നത്. വീണ്ടും അവിടെ എക്സിന്റെ പവറിൽ കൊണ്ട് കൊടുക്കണ്ട. ഈ കോയിഫിഷ്യന്റിന്റെ അവിടെ കൊടുത്താൽ മതി. 10C2 -2 റൈസ് ടു 2 ആണ് നമ്മുടെ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് അല്ലെ. ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ഒന്ന് ചെയ്തിടോ എല്ലാവരും. 10C2 -2 റൈസ് ടു 2. 10C2 -2 റൈസ് ടു 2. 10C2 -2 റൈസ് ടു 2 ചെയ്തേ. 10C2 എന്ന് പറയുമ്പോൾ താഴെ 1 × 2, മുകളിൽ 10 × 9. -2ന്റെ സ്ക്വയർ എത്ര ആണ്? 4. ഓക്കെ ആണല്ലോ. 2ഉം 4ഉം വെട്ടാം. 2 വരും. 20 18 × 10 180 അല്ലെ. 180 ആണ് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. സോ ആൻസർ വിൽ ബിക്കം ഓപ്ഷൻ സി 180. ഓപ്ഷൻ സി 180 ആണ് ആൻസർ വരിക. 180 ആണ് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. 180 ആണ് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. ഓക്കെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 23ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 23. ഒരു എക്സ്പാൻഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ എക്സ്പാൻഷനകത്ത് കോയിഫിഷ്യൻസിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെടുന്നത്. സം ഓഫ് കോയിഫിഷ്യൻസ് ഇൻ ദ എക്സ്പാൻഷൻ 1 + 2x - x² all raised to 20. ഇപ്പോഴും ആലോചിക്കുക. ടു ഫൈൻഡ് ദ സം ഓഫ് കോയിഫിഷ്യൻസ് ഓൾവേസ് പുട്ട് x is equal to 1 ഓർ വേരിയബിളിന് 1 കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പുട്ട് x is equal to 1 കൊടുക്കുക കോയിഫിഷ്യൻസിന്റെ സമ്മ് കിട്ടാൻ. അതായത് 1 + 2 - 1 whole raised to 20 വരും അല്ലെ. സോ 2 raised to 20 ആണ് എന്തെന്ന് പറയുന്നത് സം ഓഫ് കോയിഫിഷ്യൻസ്. ഓപ്ഷൻ എ 2 raised to 20 is our required solution. ഓക്കെ എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 24. ക്വസ്റ്റ്യൻ നമ്പർ 24. 11C0 + 11C1 + 11C2 + 11C3 + 11C4 + 11C5. അതായത് ശ്രദ്ധിക്കുക. 11C0 തുടങ്ങി 11C1 അങ്ങനെ 11C11 വരെ വരുമ്പോഴാണ് നമുക്ക് ആൻസർ എന്ത് കിട്ടുക? 2 raised to 11 കിട്ടുക. ഓക്കെ. അതിന്റെ എക്സാക്ട്ലി പകുതി വരെ 5 എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സാക്ട്ലി പകുതി വരെ സമ്മ് പോകുന്നുള്ളൂ അല്ലെ. 0 മുതൽ 5 വരെ, പിന്നെ 6 മുതൽ 11 വരെ. അപ്പൊ എക്സാക്ട്ലി ഹാഫിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ പകുതി വരെയുള്ള സം എന്ന് പറയുന്നത് എപ്പോഴും ആലോചിക്കുക. ഫുൾ സം അതായത് 11C0 മുതൽ 11C11 വരെയാണെങ്കിൽ സമ്മ് 2 raised to 11 ആണ്. പകുതി വരെയുള്ള സം ആണെങ്കിൽ ആ പവറിൽ നിന്ന് 1 കുറയ്ക്കണം. 2 raised to 10 ആയിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ സി 2 raised to 10.
അതെങ്ങനെ വരിക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് കാണാതെ പഠിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആക്ച്വലി അത് എങ്ങനെയാണ് വരിക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ 11C0 പ്ലസ് 11C1 പ്ലസ് 11C2 പ്ലസ് 11C3 പ്ലസ് 11C4 പ്ലസ് 11C5 പ്ലസ് 11C6 പ്ലസ് 11C7 പ്ലസ് 11C8 പ്ലസ് 11C9 പ്ലസ് 11C10 പ്ലസ് 11C11. ഇതിന്റെ ആൻസർ ആണ് 2^11 എന്ന് പറയാം അല്ലെ. ഇതിന്റെ ആൻസർ ആണ് 2^11. നമ്മൾ പഠിച്ചിട്ടുണ്ട് NCR എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? NCn-R ഈക്വൽ ആണ് അല്ലെ. NCR എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? NCn-R ഈക്വൽ ആണ്. അപ്പൊ അത് പ്രകാരം നമുക്ക് വേണമെങ്കിൽ 11C0 എന്ന് പറഞ്ഞാൽ 11C11-0, അതായത് 11C11 തന്നെ ഈക്വൽ ആണ് അല്ലെ. 11C11 ഈക്വൽ ആണ്. 11C0 എന്ന് പറഞ്ഞാൽ 11C11 ഈക്വൽ ആണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ 11C0 ഈ കാണുന്ന 11C11 ഈക്വൽ ആണ്. സിമിലർലി 11C1 എന്തിന് ഈക്വൽ ആയിരിക്കും? 11C1 എന്തിന് ഈക്വൽ ആയിരിക്കും? 11C11-1 10 ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? ഈ കാണുന്ന 11C1 11C10 ഈക്വൽ ആണ്. 11C2 11C9 ഈക്വൽ ആണ്. 11C3 11C8 ഈക്വൽ ആണ്. 11C4 11C7 ഈക്വൽ ആണ്. 11C5 11C6 ഈക്വൽ ആണ്. അതായത് ഇവിടം വെച്ചാണ് സ്പ്ലിറ്റ് ആവും. ഇവിടം വെച്ചാണ് സ്പ്ലിറ്റ് ആവും. ശരിയാണല്ലോ? അതായത് ഇവിടം വരെ കൂട്ടിക്കിട്ടുന്ന സാധനം 11C0 തൊട്ട് 11C5 വരെ കൂട്ടിക്കിട്ടുന്ന സാധനം തന്നെയാണ് ബാക്കി കൂട്ടുന്നത്. 11C6 തൊട്ട് 11C11 വരെ കൂട്ടുന്നത്. അതായത് ഇവിടം വരെ കൂട്ടിക്കിട്ടുന്ന സാധനം 11C0 മുതൽ 11C5 വരെ കൂട്ടുന്നത് X ആണെങ്കിൽ ബാക്കിയുള്ള 11C6 തൊട്ട് 11C11 വരെ കൂട്ടുന്നതും X തന്നെ ആയിരിക്കും. ആ X കൂട്ടുന്നത് എന്താണ്? 2X ആണ്. ആക്ച്വലി ആ ഒരു 2X ആണ് 2^11 വരിക. അപ്പൊ അവിടെ നിന്ന് X എന്ത് കിട്ടും? 2^11 ഡിവൈഡഡ് ബൈ 2 കിട്ടും. അത് എത്രയാണ്? 2^10. അപ്പൊ അങ്ങനെയാണ് ആൻസർ 2^10 വരുന്നത്. അതാണ് അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ തത്വം അല്ലെ, യഥാർത്ഥ പ്രിൻസിപ്പിൾ അതാണ്. സോ അത് സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കുക. NC0 തുടങ്ങി NCn വരെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമ്മുടെ ആൻസർ 2^n ആണ്. ഓക്കെ, അതിന്റെ പകുതി വരെ കൂട്ടുന്നുള്ളെങ്കിൽ ആ പവറിൽ നിന്ന് ഒന്ന് കുറച്ചാ മതി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പവർ എന്ന് പറയുന്നത് ഇവിടെ 11 ആണ്. 11ൽ നിന്ന് 1 കുറച്ച് 10 ആണ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 25. അപ്പൊ നമ്മൾ എക്സാക്ട്ലി പകുതി 25, മൊത്തം 50 ക്വസ്റ്റ്യനിൽ പകുതിയിലേക്ക് കയറാൻ പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 25. നോക്കിക്കോ. If such that R2 are defined by f of x is equal to 3 minus 4x, choose the correct answer. റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പർ ഒരു ഫസ്റ്റ് ഡിഗ്രി ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ അത് എന്തായിരിക്കും? 1 1 on 2 ആയിരിക്കും. ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഓക്കെ, ജനറലൈസ് ചെയ്ത് ഓർത്തു വെക്കുക. വേണമെങ്കിൽ ഇത് പ്രൂവ് ചെയ്ത് കാണിക്കാവുന്നതേ ഉള്ളൂ, അതിന്റെ ആവശ്യമില്ല. അതായത് ഒരു ഫംഗ്ഷൻ റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ഒരു f of x is equal to ax plus b ആണെങ്കിൽ അത് ഓൾവേസ് എന്തായിരിക്കും? ഓൾവേസ് ബൈജക്റ്റീവ് ആയിരിക്കും. ഓൾവേസ് ബൈജക്റ്റീവ് ആയിരിക്കും. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 1 on 2 അല്ലെ. 1 1 ആയിരിക്കും, on 2 ആയിരിക്കും. 1 1 on 2 ആയിരിക്കും. ഓക്കെ, 1 1 ആയിരിക്കും, on 2 ആയിരിക്കും. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് യു ക്യാൻ ആൻസർ. ഒരു എഫ് സച്ച് ദാറ്റ്, പക്ഷെ അത് ആലോചിക്കണം, റിയൽ നമ്പർ ടു റിയൽ നമ്പറിൽ തന്നെ ആയിരിക്കണം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആണെങ്കിലും പണിപാളും, അത് ശ്രദ്ധിച്ചോളുക. അത് 1 1 ആവും, പക്ഷെ ഓൺ ടുവിന്റെ അവിടെ ചിലപ്പോൾ മേ ബി ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണെങ്കിലേ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ജനറലൈസ് ചെയ്ത് ഓർത്ത് വെക്കാം. ഒരു ഫംഗ്ഷൻ റിയൽ നമ്പർ ടു റിയൽ നമ്പറിൽ ഒരു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി ആണെങ്കിൽ, എ എക്സ് സ്ക്വയർ പ്ലസ് ബി ആണെങ്കിൽ അത് ഒരിക്കലും നെയ്തർ 1 1 നോർ ഓൺ 2 ആയിരിക്കും. നെയ്തർ 1 1 നോർ ഓൺ 2 ആയിരിക്കും. നെയ്തർ 1 1 നോർ ഓൺ 2 ആയിരിക്കും. ഇത് രണ്ടും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഒരു റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഡിഫൈൻ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എല്ലായ്പ്പോഴും ബൈജക്റ്റീവ് ആയിരിക്കും, 1 1 on 2 ആയിരിക്കും. ഒരു എ എക്സ് സ്ക്വയർ പ്ലസ് ബി ആണെങ്കിൽ അതെന്താണ്? നെയ്തർ 1 1 നോർ ഓൺ 2. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് തെളിയിച്ച് കാണിക്കാവുന്നേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ചെയ്യുമ്പോൾ x1 ഈക്വൽ ടു x2 കിട്ടും 1, കോഡൊമൈനും റേഞ്ച് സെയിം ആയിട്ട് കിട്ടും. അപ്പൊ അത് ഓൺ 2 ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ 26. ക്വസ്റ്റ്യൻ നമ്പർ 26. The middle term in the expansion of 1 plus 1 by 5 whole raised to 20. 1 plus 1 by 5 whole raised to 20 മിഡിൽ ടേം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് a പ്ലസ് ബി ഹോൾ റൈസ് ടു n ആണെന്ന് വിചാരിക്കുക. അവിടെ n എന്ന് പറയുന്നത് ഈവൻ ആണ് എന്നുണ്ടെങ്കിൽ n ബൈ 2 പ്ലസ് 1th ടേം ആണ് എന്തെന്ന് പറയുന്നത് മിഡിൽ ടേം എന്ന് പറയുന്നത് അല്ലെ, n ബൈ 2 പ്ലസ് 1th ടേം. അപ്പൊ ഇവിടെ ആണെങ്കിൽ 20 ബൈ 2 പ്ലസ് 1th ടേം ആണ് നമ്മുടെ മിഡിൽ ടേം, അതായത് 11th ടേം ആണ് മിഡിൽ ടേം എന്ന് പറയുന്നത്. 11th ടേം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഏത് പർട്ടിക്കുലർ ടേം കണ്ടുപിടിക്കണമെങ്കിലും ആദ്യമേ തന്നെ എന്ത് എഴുതണം? ജനറൽ ടേം എഴുതണം. ജനറൽ ടേം എന്താണ്? ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എൻ സി ആർ എ റൈസ് ടു എൻ മൈനസ് ആർ ബി റൈസ് ടു ആർ. ശരിയാണല്ലോ. സോ ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു, ഇവിടെ എൻ എന്ന് പറയുന്നത് 20 ആണ്. 20 സി ആർ 1 റൈസ് ടു 20 മൈനസ് ആർ 1 ബൈ 5 റൈസ് ടു ആർ. എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 1/5. ഇനി നിങ്ങൾ നോക്കുക, 11ാമത്തെ ടേം വേണമെങ്കിൽ ആറിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? ആറിന്റെ പ്ലേസിൽ 10 കൊടുക്കണം. ശരിയാണല്ലോ. 10 പ്ലസ് 1 അല്ലേ നമുക്ക് 11 കിട്ടുക. 11ാമത്തെ ടേം വേണമെങ്കിൽ ആറിന്റെ പ്ലേസിൽ 10 കൊടുക്കുക. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾ ഈ കാണുന്ന സ്ഥലത്ത് ആറിന് പകരം 10 കൊടുത്താൽ ആൻസർ ആയി. അതായത് 20c10 1 റൈസ് ടു എനിത്തിങ് ഈസ് 1. അത് നോക്കണ്ട, 1/5 റൈസ് ടു 10. ഇതാണ് നമ്മുടെ മിഡിൽ ടേം. 20c10 1/5 റൈസ് ടു 10. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക കേട്ടോ. ഓപ്ഷൻ ബി 20c10 1/5 റൈസ് ടു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 27ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 27. How many necklaces can be made with 10 beads of different colors? ഇത് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഡിഫറെന്റ് കളേഴ്സ് ഉള്ള 10 ബിയേഡ്സ് വെച്ചിട്ട് 10 മുത്തുകൾ വെച്ച് എനിക്ക് എത്ര നെക്ലേസസ് ഉണ്ടാക്കാൻ പറ്റും? ഇത് ആക്ച്വലി സർക്കുലർ പെർമ്യൂട്ടേഷൻ ആണ്. കാരണം നെക്ലേസ് എന്ന് പറയുമ്പോൾ ഒരു സർക്കിൾ പോലെയാണല്ലോ ഇരിക്കുക. അപ്പൊ അത് സർക്കുലർ പെർമ്യൂട്ടേഷൻ ഉണ്ട് അവിടെ. അപ്പൊ ഒബ്വിയസ്ലി നോർമലി അറേഞ്ച്മെന്റ് n ഫാക്ടോറിയൽ ആണെങ്കിൽ സർക്കിളിൽ വരുമ്പോൾ അത് n-1 ഫാക്ടോറിയൽ ആവും എന്നറിയാം അല്ലെ. n-1 ഫാക്ടോറിയൽ ആവും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സർക്കുലർ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ n-1 ഫാക്ടോറിയൽ ആണ്. പക്ഷെ നെക്ലേസിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എടുത്തോർക്കുക, അവിടെ ഒരു ബൈ 2 കൂടെ ഉണ്ടാവും. ഓക്കെ, നെക്ലേസിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ബൈ 2 കൂടെ ഉണ്ടാവും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ സർക്കുലർ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ ഇപ്പൊ ഒരു കോൺഫറൻസ് നടക്കുകയാണെന്ന് വിചാരിക്കുക. കുറച്ച് പേര് സർക്കിളിൽ ഇരിക്കുകയാണ്. ഓക്കെ, കുറച്ച് പേര് സർക്കിളിൽ ഇരിക്കുകയാണ്. അപ്പം അവിടെ നമുക്കറിയാം n ആൾക്കാരാണ് ഇരിക്കുന്നതെങ്കിൽ, n ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമുക്ക് n-1 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാം അല്ലെ. n ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അവരെ n-1 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാം. അത് നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാം. പക്ഷെ അത് നമ്മൾ എന്താ, ഒരു സൈഡിൽ നിന്ന് നമ്മൾ നോക്കുന്നുള്ളൂ. എവിടുന്ന് നോക്കിയാലും ഈ 10 പേരെന്ന് പറയുന്നത് ഒരു സൈഡിൽ നിന്ന്, അത് ടോപ്പ് വ്യൂ ആണ് എടുക്കുക. നമ്മൾ എന്താണ് താഴെ പോയിട്ട് മേളിലോട്ട് ഈ 10 പേരെ നോക്കുന്ന ഒരു സംഭവം ഇല്ലല്ലോ. പക്ഷെ നെക്ലസിന്റെ കേസ് അതല്ല, നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ആദ്യമേ എന്റെ കയ്യിൽ ഒരു നീല കളർ മുത്താണെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞ് ഒരു റെഡ് കളർ മുത്താണെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞ് ഒരു ഗ്രീൻ കളർ മുത്താണെന്ന് വിചാരിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഒരു ബ്ലാക്ക് കളർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു യെല്ലോ കളർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇങ്ങോട്ട് നോക്കുകയാണ്. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. ഇവിടെ ഇങ്ങോട്ട് നോക്കുന്ന ഒരാള് കാണുന്നത് എന്താണ്? ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുന്ന ഒരാള് ബ്ലൂ, റെഡ്, ഗ്രീൻ അങ്ങനെയാണ് കാണുക. അറ്റ് ദ സെയിം ടൈം ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്ന ഒരാള് ബ്ലൂ, ബ്ലാക്ക്, യെല്ലോ അങ്ങനെയാണ് കാണുക. അതായത് രണ്ടും രണ്ട് മാലയായിട്ട് തോന്നും, പക്ഷെ ആക്ച്വലി ഒറ്റ മാലയേ ഉള്ളൂ. അതായത് രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഉള്ള വ്യത്യസ്തതയുണ്ട് അല്ലെ. രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യസ്തതയുണ്ട്. മറ്റേ ഒരു സർക്കുലർ, നോർമൽ ഒരു സർക്കുലർ അറേഞ്ച്മെന്റ്, ഒരു കോൺഫറൻസ് നടക്കുമ്പോൾ ഒരു ടേബിളിൽ 10 പേരെ ഇരുത്തിയിട്ട് നമ്മൾ മുകളിൽ നിന്ന് മാത്രമേ ഈ 10 പേരെ നോക്കുള്ളൂ. പക്ഷെ മാലയുടെ കേസിൽ അതല്ല. അപ്പം നോർമലി സർക്കിളിൽ കുറച്ച് പേരെ ഇരുത്തുമ്പോൾ എനിക്ക് n-1 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാമെങ്കിൽ അതിന്റെ നേർ പകുതിയേ ഉണ്ടാവുള്ളൂ എവിടെ? ഇതേപോലെ മാലയിൽ മുത്തു കോർക്കുന്ന ചോദ്യങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഹൗ മെനി നെക്ലേസസ് ക്യാൻ ബി മെയ്ഡ് വിത്ത് 10 ബിയേഡ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് എന്ന് ചോദിച്ചാൽ n-ന് 10 കൊടുത്താൽ മതി. 10-1 factorial divided by 2. So 9 factorial divided by 2. Option D 9 factorial divided by 2 ആണ് ആൻസർ വരും അല്ലെ.
9 ഫാക്ടോറിയൽ ബൈ 2 ആണ് ആൻസർ വരിക. അപ്പൊ ഇതാണ് നമ്മുടെ 27ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 28ാമത്തെ ക്വസ്റ്റ്യൻ. 28ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കണേ. NC2 is equal to NC3 ആണ്. അങ്ങനെയാണെങ്കിൽ NC4 എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം NCA is equal to NCB ആണെങ്കിൽ N is equal to എന്താണ്? A plus B ആണ്. NCA is equal to NCB ആണെങ്കിൽ N is equal to A plus B ആണ്. അപ്പൊ NC2 is equal to NC3 ആണെങ്കിൽ അവിടെ N എന്ത് കിട്ടും? N is equal to 2 plus 3, 3 2 5 ആണ് ആൻസർ കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് NC4 കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ അല്ലെ. NC4 എന്ന് പറഞ്ഞാൽ N-ന് 5 കൊടുക്കുക, 5C4 അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് NCR എന്തിന് ഈക്വൽ ആണ്? NCN-R ഈക്വൽ ആണ്. അപ്പൊ 5C4 എന്ന് പറഞ്ഞാൽ 5C 5 - 4 ആണ്, ദാറ്റ് ഈസ് 5C1. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് NC1 എന്ന് പറഞ്ഞ N തന്നെയാണ്. അപ്പൊ 5C1 എന്ന് പറയുന്നത് എന്താണ്? 5 തന്നെയാണ്. സോ ഓപ്ഷൻ സി 5 ആണ് ആൻസർ വരിക അല്ലെ. ഓപ്ഷൻ സി 5 ആണ് റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അതായിരുന്നു 28ാമത്തെ ചോദ്യം. അടുത്ത നോക്കിയോളൂ. 29ാമത്തെ ക്വസ്റ്റ്യൻ. 29ാമത്തെ ക്വസ്റ്റ്യൻ. NPR എന്ന് പറയുന്നത് 840 ആണ്. NPR is equal to 840. NCR എന്ന് പറയുന്നത് 35 ആണ്. അങ്ങനെയാണെങ്കിൽ R എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് NPR is the relation connecting permutation and combination. NPR is equal to R factorial into NCR ആണ്. NPR is equal to എന്താണ്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. NPR is equal to എന്താണ്? R factorial into NCR ആണ്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടും? NPR എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? 840 ആണ്. NPR എന്ന് പറഞ്ഞാൽ 840 ആണ്. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു R factorial into NCR എത്രയാണ്? 35. അപ്പൊ അവിടെ നിന്ന് കിട്ടും R factorial is equal to 840 ഡിവൈഡഡ് ബൈ 35 എന്ന് കിട്ടും. ശരിയല്ലേ? 840/35 എന്ന് പറയുന്നത് 24 ആണ്. അപ്പൊ R factorial is equal to 24. 24 എന്തിന്റെ ഫാക്ടോറിയൽ ആണെന്ന് ആലോചിക്കാം. 24 എന്ന് പറയുന്നത് 4ന്റെ ഫാക്ടോറിയൽ ആണ്. 4 ഫാക്ടോറിയൽ ആണ്. അപ്പൊ R ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ ആണെങ്കിൽ R എന്തായിരിക്കും? 4 ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് R is equal to എന്താണ്? 4. ഓപ്ഷൻ ബി 4 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി 4 is our required solution. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 30ാമത്തെ ചോദ്യം. 30ാമത്തെ ചോദ്യം ഫംഗ്ഷൻസിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് n be the set of natural numbers and the function f such that n to n നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്കാണ് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. f of n is equal to എന്താണ്? 2n plus 3 for all n belongs to natural numbers. അങ്ങനെയാണെങ്കിൽ f എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചിരിക്കണേ. ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങോട്ടാണ് നോക്കുക. നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആണ്. റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണെങ്കിൽ നമുക്ക് ബൈജക്റ്റീവ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ണും പൂട്ടി അങ്ങോട്ട് ടിക്ക് ചെയ്ത് വിടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കണം. ആദ്യമേ നമുക്ക് 1 നോക്കാം. 1 ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 1 ആവണമെങ്കിൽ എഫ് ഓഫ് n1 is equal to എഫ് ഓഫ് n2 ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്താൽ നമുക്ക് n1 ഈക്വൽ ടു n2 എന്ന് കിട്ടണം. അപ്പൊ എഫ് ഓഫ് n1 എന്ന് പറഞ്ഞാൽ 2n1 plus 3 ആണ്. എഫ് ഓഫ് n2 എന്ന് പറഞ്ഞാൽ 2n2 plus 3 ആണ്. 3 ക്യാൻസൽ ആയി. അതായത് 2n1 is equal to 2n2 എന്ന് കിട്ടും. 2 ക്യാൻസൽ ആയി. n1 is equal to n2 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റി? therefore f of n1 is equal to f of n2 implied that n1 is equal to n2 അല്ലെ. f of n1 is equal to f of n2 implied that n1 is equal to n2. therefore എന്ത് പറയാം? f is 1 എന്ന് പറയാം അല്ലെ. f എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്? 1 ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത എന്ത് ചെക്ക് ചെയ്യാൻ നോക്കുക? ഓൺ ടു ചെക്ക് ചെയ്യാൻ നോക്കുക. ഓൺ ടു ചെക്ക് ചെയ്യണമെങ്കിൽ കോഡൊമൈനും റേഞ്ചും സെയിം ആവണം അല്ലെ. കോഡൊമൈനും റേഞ്ചും സെയിം ആവണം. റേഞ്ച് കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യമേ എന്ത് ചെയ്യുക? എഫ് ഓഫ് എന്നിനെ ഒരു വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതായത് 2n plus 3 ഈക്വൽ ടു എന്തെന്ന് വരും? y എന്ന് വരും. അവിടുന്ന് 2n is equal to y minus 3 എന്ന് വരും. n is equal to എന്ത് കിട്ടും? y minus 3 divided by 2 കിട്ടും അല്ലെ. n is equal to എന്താണ്? y minus 3 divided by 2 കിട്ടും. ഇനി ഈ വൈക്ക് പകരം നമ്മുടെ കോഡൊമൈനിലുള്ള ഒരു റിയൽ നമ്പർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. y is equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. വൈക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദിസ് വിൽ ബിക്കം
1 മൈനസ് 3/2 എന്ന് വരും അല്ലെ. അത് -2/2 എന്നാണ് വരിക. അത് -1 ആണ്. -1 പക്ഷെ എവിടെ ഇല്ല? -1 പക്ഷെ എവിടെ ഇല്ല? നാച്ചുറൽ നമ്പറിലില്ല. -1 ഡസ് നോട്ട് ബിലോങ്സ് ടു എന്താണ്? നാച്ചുറൽ നമ്പർ. -1 ഡസ് നോട്ട് ബിലോങ്സ് ടു എന്താണ്? നാച്ചുറൽ നമ്പർ. -1 പക്ഷെ എവിടെ നമുക്ക് കാണാൻ പറ്റില്ല? നാച്ചുറൽ നമ്പറിൽ കാണാൻ പറ്റില്ല. -1 നോട്ട് ബിലോങ്ങിങ് ടു നാച്ചുറൽ നമ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദെർഫോർ കോഡൊമൈനും റേഞ്ചും എന്താവുന്നില്ല? സെയിം ആവുന്നില്ല. കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു എന്താണ്? റേഞ്ച്. ദെർഫോർ എഫ് ഈസ് നോട്ട് ഓൺ ടു എന്ന് പറയേണ്ടി വരും അല്ലെ. ഫംഗ്ഷൻ എന്താണ്? നോട്ട് ഓൺ ടു ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അവിടെ ഇൻജക്റ്റീവ് മാത്രമേ 1 എന്ന് പറഞ്ഞാൽ അത് ഇൻജക്ഷൻ ആണ് അല്ലെ. ഇൻജക്റ്റീവ് മാത്രമേ സാറ്റിസ്ഫൈ ആവുന്നുള്ളൂ. ഇൻജക്റ്റീവ് മാത്രമേ സാറ്റിസ്ഫൈ ആവുന്നുള്ളൂ. സർജക്ഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ബൈജക്ഷനും ആവുന്നില്ല. സോ ഇൻജക്റ്റീവ് എന്നുള്ളതാണ് ആൻസർ വരിക. ഏതാണ്? ഓപ്ഷൻ ബി, ഇൻജക്റ്റീവ് ഇസ് അവർ റിക്വയർഡ് സൊല്യൂഷൻ. ഓപ്ഷൻ ബി, ഇൻജക്റ്റീവ് ഈസ് അവർ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, ഇതായിരുന്നു 30ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. 31ാമത്തെ ക്വസ്റ്റ്യൻ. The number of 3-digit numbers that can be formed from the digits 0, 2, 3, 5, 7. 0, 2, 3, 5, 7 ഉപയോഗിച്ചിട്ട് എത്ര 3-digit numbers ഉണ്ടാക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ 3-digit നമ്പർ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ 3 ബോക്സ് വരയ്ക്കുക അല്ലെ. 3-digit നമ്പേഴ്സ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ബോക്സ് വരയ്ക്കുക. അപ്പൊ അതിനകത്ത് ഒറ്റ, 10, 100 ഹൺഡ്രഡ്സ് പ്ലേസിൽ 0 വരാൻ പാടില്ല. ഹൺഡ്രഡ്സ് പ്ലേസിൽ 0 വന്നു കഴിഞ്ഞാൽ അത് 2-digit നമ്പർ ആയി പോകും. ശരിയല്ലേ? ഇപ്പൊ 0 ഒഴികെ ബാക്കി നിൽക്കുന്ന 4 പേരെ എനിക്ക് ഇവിടെ കൊടുക്കാം. ഇനി മൊത്തത്തിലുള്ള 5 പേരെ ഇവിടെയും കൊടുക്കാം. അതിനകത്ത് പ്രശ്നമില്ല. ശരിയാണല്ലോ? ഇനി അക്കോർഡിംഗ് ടു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് ഡൂയിങ് ദിസ് പ്രോസസ് ഈസ് 4 into 5 into 5 അല്ലെ. 25 ഗുണം 4 100 ആണ് ടോട്ടൽ നമ്പർ ഓഫ് വേസ്. ഓപ്ഷൻ ബി 100 is our required solution. ഓപ്ഷൻ ബി 100 is our required solution. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 32ാമത്തെ ക്വസ്റ്റ്യൻ. 32ാമത്തെ ക്വസ്റ്റ്യൻ. എ സെറ്റ് കണ്ടെയ്ൻ 9 elements. അപ്പൊ ഇത് സെറ്റിലെയും ചോദ്യമാണ്, ഇതിനകത്ത് കോമ്പിനേഷൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള 2 മൊഡ്യൂളിലെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണിത്. ഓക്കെ, ഒരു സെറ്റിനകത്ത് 9 എലമെന്റുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അറ്റ്മോസ്റ്റ് 4 എലമെന്റുകൾ വരുന്ന എത്ര സബ്സെറ്റ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു സെറ്റിനകത്ത് 4 എലമെന്റുകൾ ഉണ്ട്. അതിനകത്ത് അറ്റ്മോസ്റ്റ് 4 എലമെന്റ്സ് വരുന്ന സബ്സെറ്റുകൾ എത്ര എണ്ണം ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം അറ്റ്മോസ്റ്റ് ആണ്. അതിൽ കുറഞ്ഞു കഴിഞ്ഞാലാണ് സന്തോഷം. മാക്സിമം പോയാൽ 4, കുറയ്ക്കുന്നതാണ് മോനെ നല്ലത്. അതായത് ഒരു എലമെന്റും ഇല്ലെങ്കിൽ സന്തോഷം. 9 എലമെന്റിൽ നിന്നും ഒരു എലമെന്റും ഇല്ലാത്ത സബ്സെറ്റ് ആവാം. 9 എലമെന്റിൽ നിന്നും ഒരു എലമെന്റ് ഉള്ള സബ്സെറ്റ് ആവാം. 9 എലമെന്റിൽ നിന്നും 2 എലമെന്റ് ഉള്ള സബ്സെറ്റ് ആവാം. 9 എലമെന്റിൽ നിന്നും 3 എലമെന്റ് ഉള്ള സബ്സെറ്റ് ആവാം. 9 എലമെന്റിൽ നിന്നും മാക്സിമം പോയി 4 എലമെന്റ് ഉള്ള സബ്സെറ്റ് ആവാം. ഇത്രയും വരെ പോയാൽ മതി. ഇതിൽ കൂടുതൽ നീ മുന്നോട്ട് പോകണ്ട എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, 9C0 1 ആണ്. 9C1 9 ആണ്. 9C2 താഴെ 1 into 2 മുകളിൽ 9 into 8. 9C3 താഴെ 1 into 2 into 3 മുകളിൽ 9 into 8 into 7. 9C4 താഴെ 1 into 2 into 3 into 4 മുകളിൽ 9 into 8 into 7 into 6. ഓക്കെ, സോൾവ് ചെയ്യാം. എന്തുവരും? ഇവിടെ നമുക്ക് 2ഉം 8ഉം കൂടെ വെട്ടാം അല്ലെ. 4 വരും. 23 6 മുകളിൽ പോവില്ല. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെട്ടാം. ഇത് വെട്ടി 4 ആക്കാം. ഇത് വെട്ടി 3 ആക്കാം. ഇവിടെ 23 ഒരു 6ന്റെ കൂടെ പോവും. പിന്നെ 2. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ 9 1 10 പ്ലസ് 9 4 36 പ്ലസ് 3 4 12 into 7 പ്ലസ് 29 18 into 7. ഓക്കെ, സോ ഇത് 46 വരും. 7 14 4 ശിഷ്ടം 1 7 1 8 പ്ലസ് 7 8 56 6 ശിഷ്ടം 5 7 5 12. അതായത് 126ഉം 84ഉം 46ഉം കൂടെ കൂട്ടുക. 6 4 10 6 16 6 ശിഷ്ടം 1 8 2 10 4 14 1 15 5 ശിഷ്ടം 1 1 1 2 256 വരും ആൻസർ.
256. Option D, 256 is our required solution. Okay. Option D, 256 is our required solution. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 32ാമത്തെ ചോദ്യമായിരുന്നു. അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 33. നോക്കിക്കോ. The number of ways a committee of 3 women and 5 men can be formed from a panel of 8 men and 5 women is. അതായത് 8 മെന്നും, അതായത് 8 മെന്നിൽ നിന്ന് നമ്മൾ എത്ര മെന്നിനെ എടുക്കണം? 5 മെന്നിനെ എടുക്കണം. 8C5 ഇൻറ്റു 5 വുമണിൽ നിന്ന് എത്ര പേരെ എടുക്കണം? 3 പേരെ എടുക്കണം. 5C3. ഇത് എത്രാം ചെയ്ത് നോക്കിയാൽ പോരെ? 8C5നെ എങ്ങനെ എഴുതാം? 8C3 എന്ന് എഴുതാം. NCR NC(n-R) ആണ്. 8 ന്ന് 5 കുറച്ച് 3. 5C3യെ ഞങ്ങൾ എഴുതാം 5C2 എന്ന് എഴുതാം. 5 ന്ന് 3 കുറച്ച് 2. 8C3 എന്ന് പറഞ്ഞാൽ താഴെ 1 × 2 × 3, മുകളിൽ 8 × 7 × 6. 5C2 എന്ന് പറഞ്ഞാൽ താഴെ 1 × 2, മുകളിൽ 5 × 4. 3 6 വെട്ടാം. പിന്നെ 2ഉം ഒരു 4ഉം കൂടെ നമുക്ക് വെട്ടാം. 2. സോ 7 8 56 × 10 എന്ത് വരും? 560 വരും. സോ ഓപ്ഷൻ സി 560 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 34ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. The number of diagonals of a polygon is 20. ഒരു പോളിഗണിനകത്ത് എത്ര ഡയഗണൽസ് ഉണ്ട്? 20 ഡയഗണൽസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ എന്നാണ് ചോദ്യം. 20 ഡയഗണൽസ് ഉണ്ടെങ്കിൽ എത്ര സൈഡുകൾ ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ പോളിഗൺ നേരിട്ട് നമുക്ക് ഓർത്തു വെക്കാവുന്നേ ഉള്ളൂ. ഫോർമുല ഇതാണ്. n × n-3 ഡിവൈഡഡ് ബൈ 2 ആണ് നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ പോളിഗണിന്റെ ഫോർമുല. അതാണ് നമുക്ക് 20 തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ n എന്താണെന്ന് ഓർത്താൽ മതി. ഇനി ഇതിനകത്ത് എന്താണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇക്വേഷൻ ഈസ് കമ്മിങ് ഫ്രം കോമ്പിനേഷനിൽ നിന്ന് വരുന്ന ഒരു ഫോർമുലയാണത്. അതായത് ഒരു പോളിഗണിന് n സൈഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് ഏതെങ്കിലും 2 സൈഡുകൾ ജോയിൻ ചെയ്യുമ്പോഴാണല്ലോ ഡയഗണൽ കിട്ടുക. അതായത് n സൈഡിൽ നിന്ന് 2 വെർട്ടെക്സുകളുടെ ഹെൽപ്പോട് കൂടിയാണ് ഡയഗണൽ എടുക്കുക. അപ്പൊ NC2. അതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ഇതിപ്പോ ഏതെങ്കിലുമൊക്കെ 2 വെർട്ടെക്സ് വെച്ച് ഫോം ചെയ്യാൻ പറ്റുന്ന മുഴുവൻ സൈഡുകളുടെ എണ്ണം നമുക്ക് NC2 കിട്ടും. പക്ഷെ ആ പോളിഗൺ ഇറ്റ്സെൽഫ് അതിന്റെ സൈഡുകൾ നമുക്ക് ആവശ്യമില്ല. അതിന്റെ സൈഡുകളെ കുറയ്ക്കുന്ന കാര്യം മറന്നു പോകരുത്. അതായത് n കുറയ്ക്കണം. NC2 - n ആണ്. ഇത് സോൾവ് ചെയ്ത് കിട്ടുന്നതാണ് n × n-3 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത്. അതാണ് നമുക്ക് 20 തന്നിട്ടുള്ളത് അല്ലെ? അതായത് n × n-3 = 40 എന്ന് വരും. ഇനി ഇത് ഓപ്പൺ ചെയ്ത് ക്വാഡ്രാറ്റിക് ആക്കിയിട്ട് സോൾവ് ചെയ്യാനൊന്നും പോകണ്ട. ഏത് ഓപ്ഷൻ ആണ് ഇത് ശരിയാവുന്നത് നോക്കിയാൽ മതി അല്ലെ? ഗിവൺ ഓപ്ഷൻസിനകത്ത് ഏത് ഓപ്ഷൻ ആണ് ഇത് സാറ്റിസ്ഫൈഡ് ആവുന്നത് നോക്കിയാൽ മതി. ഓക്കെ. ഓരോ ഓപ്ഷൻസ് ആയിട്ട് വെരിഫൈ ചെയ്ത് നോക്കിക്കോളൂ. ഓപ്ഷൻ എ 5 × 5 - 3 നമുക്ക് 40 കിട്ടില്ല. ഓപ്ഷൻ ബി 6 × 6 - 3 40 കിട്ടില്ല. ഓപ്ഷൻ സി 8 × 8 - 3 എന്ത് കിട്ടുന്നുണ്ട്? 40 കിട്ടുന്നുണ്ട്. സോ ഓപ്ഷൻ സി 8 ആണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ സി 8 ഈസ് അവർ റിക്വയർഡ് സൊല്യൂഷൻ. ഇതായിരുന്നു 34ാമത്തെ ചോദ്യം. അടുത്ത നോക്കിയോളൂ 35ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 35. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 35. എക്സ് ആൻഡ് നെഗേഷൻ വൈ എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എക്സ് ആൻഡ് വൈ ആൻഡ് നെഗേഷൻ വൈ. ഓക്കെ. 35ാമത്തെ ചോദ്യമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 35. എക്സ് ആൻഡ് വൈ ആൻഡ് നെഗേഷൻ വൈ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ടോട്ടോളജി ആണോ? വെൽ ഡിഫൈൻഡ് ഫോർമുല ആണോ? കോൺട്രഡിക്ഷൻ ആണോ? നൺ ഓഫ് ദീസ് ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അസോസിയേറ്റ് ചെയ്താൽ മതിയാവും. അസോസിയേറ്റീവ് ലോ എടുത്താൽ മതിയാവും. എക്സ് ആൻഡ് വൈ ആൻഡ് നെഗേഷൻ വൈ. ഇപ്പൊ വൈ ആൻഡ് നെഗേഷൻ വൈ എന്നുള്ളത് അസോസിയേറ്റ് ചെയ്യുക. എക്സ് ആൻഡ് വൈ ആൻഡ് നെഗേഷൻ വൈ എന്ന് പറയുന്നത് എന്താണ്? ഫോൾസ് ആണ് അല്ലെ? എക്സ് ആൻഡ് ഫോൾസ് എന്ന് പറയുന്നത് ഫോൾസ് ആണ് അല്ലെ? എക്സ് ആൻഡ് ഫോൾസ് എന്ന് പറഞ്ഞത് ഫോൾസ് ആണ്. ഫോൾസ് ആയതുകൊണ്ട് സോ ദാറ്റ് ഇസ് എ കോൺട്രഡിക്ഷൻ എന്ന് പറയാം. അതെന്താണ്? ഒരു കോൺട്രഡിക്ഷൻ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 36ാമത്തെ ക്വസ്റ്റ്യൻ. 36ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞ HSSTക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാസ്റ്റ് ടൈം HSST എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കോഴ്സിൽ
5 ഗ്രേഡുകളുണ്ട്. ഏതൊക്കെയാണ്? എ ബി സി ഡി ഇ. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് റിക്വയർഡ് സോ ദാറ്റ് 4 ഓഫ് ദം ആർ ഗ്യാരണ്ടീഡ് ടു ഗെറ്റ് ദ സെയിം ഗ്രേഡ്? അതായത് 4 പേർക്ക് ഒരേ ഗ്രേഡ് കിട്ടണം. 4 ഓഫ് ദം ആർ ഗ്യാരണ്ടീഡ് ടു ഗെറ്റ് ദ സെയിം ഗ്രേഡ് എന്നാണ് പറയുന്നത്. 4 പേർക്ക് ഒരേ ഗ്രേഡ് കിട്ടണം. അതിന്റെ പോസിബിലിറ്റി എന്താണ് എന്നാണ് നമ്മൾക്ക് അറിയേണ്ടത്. ഇതേതാണ്? ടോപ്പിക് ഏതാണ്? പിജിയോൺ ഹോൾ പ്രിൻസിപ്പിൾ അല്ലെ? പിജിയോൺ ഹോൾ പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഈസ് പർട്ടിക്കുലർലി ഫ്രം പിജിയോൺ ഹോൾ പ്രിൻസിപ്പിൾ. എന്താണ് പിജിയോൺ ഹോൾ പ്രിൻസിപ്പിൾ? നമ്മുടെ കയ്യിൽ n പിജിയോൺ ഹോൾസ് ഉണ്ട്, m പീജിയൻസ് ഉണ്ട്. ഓക്കെ, യെസ്. ഈ n ലെസ് ദാൻ m ആയിരിക്കണം. അതായത് നമ്പർ ഓഫ് പീജിയൻസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് പീജിയൺ ഹോൾസ്. നമ്പർ ഓഫ് പീജിയൻസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് പീജിയൺ ഹോൾസ്. Then at least one pigeon hole contain more than one pigeons. That is what is called pigeon hole principle. അതായത് നമ്മുടെ കയ്യിൽ m പീജിയൻസും n പീജിയൺ ഹോൾസും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പീജിയോൺ ഹോളിൽ ഒന്നിലധികം പീജിയോൺസ് ഉണ്ടാവും. പ്രാവിൻ കൂട് തത്വം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതായത് നമ്മുടെ കയ്യിൽ 9 പ്രാവിൻ കൂടുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, 10 പ്രാവുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഓരോ പ്രാവിൻ കൂട്ടിലും ഓരോ പ്രാവിനെ വെച്ച് കൊടുക്കാം. അപ്പൊ 9 പ്രാവിൻ കൂടുകൾ ഫില്ലായി, 9 പീജിയോൺ ഹോൾസ് ഫില്ലായി. ഇനി എക്സ്ട്രാ നിൽക്കുന്ന ഒരു പീജിയോൺ ഉണ്ട്. എക്സ്ട്രാ നിൽക്കുന്ന പീജിയനെ ഈ 9 പീജിയൻ ഹോളുകളിൽ ഏതെങ്കിലും ഒരു പീജിയൻ ഹോളിലേക്ക് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. അതിനെയാണ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ പീജിയോൺ ഹോൾ കണ്ടെയ്ൻ മോർ ദാൻ വൺ പീജിയൻസ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പീജിയോൺ ഹോൾ പ്രിൻസിപ്പിൾ. അതിന്റെ ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. kn+1 എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം. ഇത് സിമ്പിൾ ലോജിക്ക് വെച്ചൊന്ന് ആലോചിച്ചൂടെ? നമ്മുടെ കയ്യിൽ 5 ഗ്രേഡുകൾ ഉണ്ട്. എ ബി സി ഡി ഇ. എ കൊടുക്കാം, ബി കൊടുക്കാം, സി ഡി ഇ. അപ്പൊ ഞാൻ 5 സ്റ്റുഡൻസിന് ഇത് കൊടുത്തു അല്ലെ? എഗെയിൻ അടുത്ത് നിൽക്കുന്ന ഒരു 5 സ്റ്റുഡൻസിന് അതേ ഗ്രേഡുകൾ കൊടുത്തു, വീണ്ടും കൊടുത്തു. ഓക്കെ, ഇപ്പൊ മൊത്തം എത്ര എണ്ണം ആയിട്ടുണ്ട്? ഇപ്പൊ മൊത്തം 15 എണ്ണം ആയിട്ടുണ്ട് അല്ലെ? 15 സ്റ്റുഡൻസിന് ഞാൻ ഗ്രേഡ് കൊടുത്തു. ശരിയാണല്ലോ? ഇനി ഒരു സ്റ്റുഡന്റിനും കൂടെ ഞാൻ ഗ്രേഡ് കൊടുത്താലേ എനിക്ക് എന്ത് വരുള്ളൂ? അറ്റ്ലീസ്റ്റ് 4 പേർക്ക്. ഇപ്പൊ 3 പേർക്ക് ഒരേ ഗ്രേഡുകളാണ് അല്ലെ? 3 പേർക്ക് ഒരേ ഗ്രേഡ് ആണെന്ന് പറയാം. ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. 3 പേർക്ക് ഒരേ ഗ്രേഡാ. ഇപ്പം എ 3 പേർക്ക് ഒരേ ഗ്രേഡാ, ബി 3 പേർക്ക് ഒരേ ഗ്രേഡാ, സി 3 പേർക്കുണ്ട്, ഡി 3 പേർക്കുണ്ട്, ഇ 3 പേർക്കുണ്ട്. ശരിയാണല്ലോ? ഇനി 4 കുട്ടികൾക്ക് ഒരേ ഗ്രേഡ് വരണമെങ്കിൽ ഞാൻ ഒരു പ്രാവിനെയും കൂടെ ഒരു സ്ഥലത്ത് അക്കോമഡേറ്റ് ചെയ്യണം എന്ന് പറയുന്ന പോലെ ഒരു കുട്ടിയെയും കൂടെ ഇവിടെ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ ഒരു കുട്ടിയും കൂടെ പ്ലസ് ഒരു കുട്ടിയും കൂടെ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്താൽ മതിയാവും 4 കുട്ടികൾക്ക് ഒരേ ഗ്രേഡ് കിട്ടാൻ. ശരിയാണല്ലോ? സോ അക്കോർഡിംഗ് ടു പിജിയോൺ ഹോൾ പ്രിൻസിപ്പിൾ, the minimum number of students required to get 4 students of same grade എന്ന് പറയുന്നത് എന്താണ്? 16 പേരുണ്ടാവണം. മിനിമം 16 പേരുണ്ടാവണം അല്ലെ? ഓപ്ഷൻ ബി 16 ആണ് ആൻസർ വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 37. ക്വസ്റ്റ്യൻ നമ്പർ 37. The number of proper subset of a set with 4 elements. 4 എലമെന്റുകൾ ഉള്ള ഒരു സെറ്റിന് എത്ര പ്രോപ്പർ സബ്സെറ്റുകൾ ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അവിടെ ആലോചിക്കേണ്ട ഒരു സംഭവം ഉണ്ട്. നമ്പർ ഓഫ് സബ്സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്ട്ലി എന്തെടുത്താൽ മതിയാവും? 2n എടുത്താൽ മതിയാവും. Where n is the number of elements in the set. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2n നിന്ന് ഒരു 1 കുറയ്ക്കണം. കാരണം എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇറ്റ് സെൽഫ് കണ്ടീഷൻ ഒഴിവാക്കിയിട്ട് ബാക്കി നിൽക്കുന്ന സബ്സെറ്റുകളെയാണ് നമ്മൾ പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് വിളിക്കുക. ശരിയാണല്ലോ? ഇപ്പൊ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറയുന്നത് 2n-1 ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. ഇപ്പൊ ഇവിടെ 4 എലമെന്റ്സ് ഉണ്ട്. ഇപ്പൊ എന്ത് വരും? നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2⁻⁴ - 1 16 - 1 15 ആണ് ആൻസർ വരിക അല്ലെ? ഓപ്ഷൻ സി 15 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എത്രയാണ്? 15 ആണ്. ഓക്കെ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ചോദിച്ചു കഴിഞ്ഞാലും 2n തന്നെയാണ് കേട്ടോ. അത് ഓർത്തോണേ. നമ്പർ ഓഫ് സബ്സെറ്റ് ചോദിച്ചാലും നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ചോദിച്ചാലും 2n ആണ് കേട്ടോ. പവർ സെറ്റിലുള്ള എലമെന്റുകളുടെ എണ്ണം 2 രീതിയിലും ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അതാണ് എടുത്തു പറയുന്നത്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ചോദിച്ചാലും നമ്പർ ഓഫ് സബ്സെറ്റ് ചോദിച്ചാലും എന്ത് തന്നെയാണ്? 2n തന്നെയാണ്. പ്രോപ്പർ സബ്സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 2n - 1 ആണ്. ഓക്കെ,
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 38ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. 38ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 38. നോക്കിക്കോ. ഇഫ് എ ബി ആർ നോൺ എം ടി സെറ്റ്സ്, എയും ബിയും എന്താണ്? നോൺ എം ടി സെറ്റ്സ് ആണ്. ദെൻ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. നമ്മൾ ആദ്യമേ ഒരു ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞതാണ് സിമെട്രിക് ഡിഫറൻസ് ഓഫ് എ ആൻഡ് ബി അല്ലെ. സിമെട്രിക് ഡിഫറൻസ് ഓഫ് എ ആൻഡ് ബി, എയുടെയും ബിയുടെയും സിമെട്രിക് ഡിഫറൻസ് ദാറ്റ് ഈസ് എ ഡെൽറ്റ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു, രണ്ട് രീതിയിൽ ചെയ്യാം. എ യൂണിയൻ ബിയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി കുറച്ചാലും നമുക്ക് കിട്ടുന്നത് സിമെട്രിക് ഡിഫറൻസ് ഓഫ് എ ആൻഡ് ബി ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ അല്ലെ. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്തിന് ഈക്വൽ ആയിരിക്കും? എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബിക്ക് ഈക്വൽ ആയിരിക്കും. ഓപ്ഷൻ സി, എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി, ദ സിമെട്രിക് ഡിഫറൻസ് ഓഫ് എ ആൻഡ് ബി എന്ന് പറയും അല്ലെ. അടുത്ത നോക്കിയോളൂ, 39ാമത്തെ ചോദ്യം. 39ാമത്തെ ചോദ്യം, if A is equal to set of all xy such that x square plus y square is equal to 25, അതൊരു സർക്കിൾ ആണ് അല്ലെ. And B is equal to set of all xy such that x square plus 9y square is equal to 144, അതൊരു എലിപ്സ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ n of A intersection B, ഈ സർക്കിളും എലിപ്സും എത്ര പോയിന്റുകളിൽ കൂട്ടിമുട്ടുന്നുണ്ട് അതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ സർക്കിൾ ഒന്ന് വരച്ചു നോക്കാം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് സർക്കിൾ, ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെന്റേർഡ് അറ്റ് ഒറിജിൻ വിത്ത് റേഡിയസ് ആർ എന്നുള്ളത് എന്താണ്? റേഡിയസ് ആണ് അല്ലെ. വിത്ത് റേഡിയസ് ആർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് താരതമ്യപ്പെടുത്താം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ആവുമ്പോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ. ഇപ്പൊ 0 0 സെന്ററും റേഡിയസ് 5ഉമായിട്ടുള്ള സർക്കിളാണ്. 0 0 സെന്ററും റേഡിയസ് 5ഉമായിട്ടുള്ള സർക്കിളാണ് അത്. ജസ്റ്റ് ഒന്ന് റഫ് സ്കെച്ച് അടിച്ചു വയ്ക്കാം. 0 0 സെന്റർ, റേഡിയസ് 5. ഓക്കെ, 5 മൈനസ് 5 ഒക്കെ. ഓക്കെ, ഇനി അടുത്തത് എലിപ്സും ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. എലിപ്സ് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 9y സ്ക്വയർ ഇസ് ഈക്വൽ ടു 144 ആണ് നമ്മുടെ എലിപ്സ്. അപ്പൊ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണമെങ്കിൽ ത്രൂ ഔട്ട് 144 കൊണ്ട് കട്ട് ചെയ്യണം അല്ലെ. എക്സ് സ്ക്വയർ ബൈ 144 പ്ലസ് 9y സ്ക്വയർ ബൈ 144 ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ശരിയാണല്ലോ. ഈ 9ഉം 144 കൂടെ കട്ട് ചെയ്താൽ എത്രയാണ് വരിക? 16 ആണ് വരിക. ശരിയല്ലേ. 9 6 54 4 ശിഷ്ടം 5, 9 5 14. ശരിയാണല്ലോ. അതിപ്പോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ ബൈ 144 12ന്റെ സ്ക്വയർ എന്ന് എഴുതാം. വൈ സ്ക്വയർ ബൈ 16 4ന്റെ സ്ക്വയർ എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു 1. എക്സിന്റെ താഴെയാണ് വലിയ സംഖ്യ. അപ്പം തീർച്ചയായിട്ടും എന്താണ്? എക്സിന്റെ താഴെ വലിയ സംഖ്യ ആണെങ്കിൽ അത് എക്സ് ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരുന്ന എലിപ്സ് ആണ് അല്ലെ. എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ള എലിപ്സ് ആണ്. ഇപ്പം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ, എയുടെ വാല്യൂ 12 ആണ്. 2a ആണ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലോമ അല്ലെ. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് LOMIA, അതൊക്കെ ഷോർട്ട് ഫോംസ് ആണ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a ആണ്. അപ്പൊ 2 ഗുണം 12 24 വരും ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ശരിയാണല്ലോ. ഇപ്പൊ 24 മേജർ ആക്സിസിന്റെ ലെങ്ത് വരണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ ലെങ്ത് ഇപ്പൊ 12. അപ്പൊ എന്തായാലും ഈ 5ന്റെ ഇപ്രോ ആയിരിക്കും കട്ടാവുക അല്ലെ. 5ന്റെ ഇപ്രോ ആണ് കട്ടാവുക. മറ്റേത് 4ന്റെ സ്ക്വയറാ. അപ്പം 4 എന്ന് പറയുമ്പോൾ 5ന്റെ താഴെയാണ് വരിക അല്ലെ. ശരിയാണല്ലോ. യെസ്. അപ്പൊ ഏകദേശം ഇങ്ങനെ നിൽക്കുന്ന -12ലും +12ലും -4ലും ഒക്കെ കൂടെ +4ലൂടെ ഒക്കെ കടന്നു പോകുന്ന -12 +12 -4 -4 ഇങ്ങനെ ഒരു എലിപ്സ് ആണ് നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ ഈ സർക്കിളും എലിപ്സും എത്ര പോയിന്റുകളിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര പോയിന്റുകളിൽ കൂട്ടിമുട്ടുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതൊരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. മറ്റൊരു കളർ ഉപയോഗിക്കാം അല്ലെ. ഇതൊരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. 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 അങ്ങനെ 4 പോയിന്റുകളിലാണ് ഇവരെ തമ്മിൽ കൂട്ടിമുട്ടിപ്പിക്കുന്നത്. സോ ഇന്റർസെക്ഷനിൽ 4 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി 4 ഇസ് അവർ റിക്വയർഡ് സൊല്യൂഷൻ അല്ലെ. ഓപ്ഷൻ ഡി 4 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 39ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 40. Let A is a square matrix of order 4. A എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിന്റെ ഓർഡർ 4 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറയുന്ന 4 ആണ്. അങ്ങനെയാണെങ്കിൽ
ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. സോ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു n മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു n മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു ഓൾറെഡി ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. n എന്ന് പറയുന്നത് 4 ആണ് അല്ലെ. 4 മൈനസ് 1 ഹോൾ സ്ക്വയർ. ഡിറ്റർമിനന്റ് ഓഫ് എ 4 ആണ്. 4 റേസ് ടു 3 സ്ക്വയർ 4 റേസ് ടു 9 ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി അല്ലെ. ഓപ്ഷൻ സി 4 റേസ് ടു 9 ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 41ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 41. A relation is defined on a non-empty set capital A having n elements has എന്താണ്? n elements ഉള്ളതാണെങ്കിൽ 2 raised to n of a into n of b ആണ് നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറയുന്നത്. n of a യും n of b യും n തന്നെയാണ്. n into n അല്ലെ. ഇപ്പൊ 2 raised to n square. ഓപ്ഷൻ ഡി 2 raised to n square റിലേഷൻസ് എന്നുള്ളതാണ് ആൻസർ വരിക അല്ലെ. 2 raised to n square റിലേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 42. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു. റിയൽ നമ്പർ ടു റിയൽ നമ്പർ, അതായത് എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ റിയൽ നമ്പർ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് സച്ച് ദാറ്റ് ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി ആണെങ്കിൽ അതെന്തായിരിക്കും? നെയ്തർ 1 1 നോർ ഓൺ ടു ആയിരിക്കും അല്ലെ. നെയ്തർ 1 1 നോർ ഓൺ ടു ആയിരിക്കും എന്ന് ഞാൻ കാണാൻ പഠിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ, വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഓർത്തിരുന്നാൽ അത്രയും സമയം നമുക്ക് ലാഭം. നെയ്തർ 1 1 നോർ ഓൺ ടു ആയിരിക്കും. ഓക്കെ, അപ്പൊ 1 1 ആവില്ല, ഓൺ ടു ആവില്ല, 1 1 ഓൺ ടു ആവില്ല, ബൈജക്റ്റീവ് ആവില്ല. നൺ ഓഫ് ദീസ് ആണ് കേട്ടോ ആൻസർ വരിക. നൺ ഓഫ് ദീസ്. ഓക്കെ, നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 43. ക്വസ്റ്റ്യൻ നമ്പർ 43. If f of x is equal to x cube, g of x is equal to cos 3x. അങ്ങനെയാണെങ്കിൽ f കോമ്പോസിഷൻ g എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. f കോമ്പോസിഷൻ g of x എന്ന് പറഞ്ഞാൽ എന്താണ്? f of g of x ആണ്. ശരിയാണല്ലോ. f of g of x ആണ്. That is f of g of x ആരാ? cos 3x. അതായത് f of x നകത്ത് x മാറ്റിക്കൊണ്ട് cos 3x കൊടുക്കണം. f of x ൽ ഈ x മാറ്റിക്കൊണ്ട് cos 3x കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? cos 3x ന്റെ ക്യൂബ് എന്ന് വരും. cos 3x ന്റെ ക്യൂബ് ആരാണ്? cos ക്യൂബ് 3x എന്നാണ്. cos ക്യൂബ് 3x. ഓപ്ഷൻ സി cos ക്യൂബ് 3x ആണ് ആൻസർ വരിക അല്ലെ. ഓപ്ഷൻ സി cos ക്യൂബ് 3x ആണ് ആൻസർ വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 44ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 44. നോക്കിക്കോ. ലെറ്റ് ദ ഫംഗ്ഷൻ f such that r to r be defined by f of x is equal to എന്താണ്? f of x is equal to 2x ക്യൂബ് മൈനസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ എഫിന്റെ ഇൻവേഴ്സ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ നമ്മൾ സംതിങ് ഒരു വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അത് സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തായി? ആ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആയി. ശരിയല്ലേ? സോ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യത്തേ ഉള്ളൂ. ഇപ്പൊ എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് നമ്മൾ എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു? ഒരു വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 2x ക്യൂബ് മൈനസ് 1 ഇസ് ഈക്വൽ ടു y എന്ന് കിട്ടും. ശരിയാണല്ലോ. അവിടുന്ന് 2x ക്യൂബ് ഇസ് ഈക്വൽ ടു y പ്ലസ് 1 എന്ന് കിട്ടും. അവിടുന്ന് x ക്യൂബ് ഇസ് ഈക്വൽ ടു y പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. x ഇസ് ഈക്വൽ ടു ക്യൂബ് അപ്പുറം പോയാൽ എന്താവും? ക്യൂബ് റൂട്ട് ആവും. ശരിയല്ലേ? y പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് റൂട്ട് ക്യാൻ ബി റിട്ടൺ ആസ് ഹോൾ റൈസ് ടു 1/3. ഇതാണ് ആ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ആ ഇൻവേഴ്സ് ഇൻ ടേംസ് ഓഫ് എക്സിലാണ് നമുക്ക് എഴുതേണ്ടത് അല്ലെ. അപ്പൊ എഫ് ഇൻവേഴ്സ് ഓഫ് y മാറ്റിക്കൊണ്ട് എക്സ് ആക്കിയാൽ മതി. എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ റൈസ് ടു 1/3 വിൽ ബിക്കം ദ ആൻസർ. എന്ത് വരും? സോ ഓപ്ഷൻ ഡി 1 പ്ലസ് എക്സ് ബൈ 2 ഹോൾ റൈസ് ടു 1/3 അല്ലെ. 1 പ്ലസ് എക്സ് ബൈ 2 ഹോൾ റൈസ് ടു 1/3 എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 45. ക്വസ്റ്റ്യൻ നമ്പർ 45. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ലെറ്റ് എഫ് സച്ച് ദാറ്റ് എ ടു ബി then f is invertible if and only if. ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? 1 1 ആയിരിക്കണം,
പ്ലസ് അത് ഓൺ ടൂം ആയിരിക്കണം. ഇത് രണ്ടുമാണെങ്കിലേ നമുക്ക് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ആവണമെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ബൈജക്റ്റീവ്, അല്ലെ? ബൈജക്റ്റീവ് ഓർത്ത് വെച്ചോണേ. 1 എന്ന് പറഞ്ഞാൽ ഇൻജക്റ്റീവ്, ഓൺ ടു എന്ന് പറഞ്ഞാൽ സർജക്റ്റീവ്. ഇത് രണ്ടും ആവുന്നതിനെ നമ്മൾ ഇൻജക്റ്റീവ് എന്ന് വിളിക്കും. എന്താണ് ഇൻജക്റ്റീവ്? ഓക്കെ, ഇൻജക്റ്റീവ് ഈസ് എന്താണ്, സോറി, 1 എന്ന് പറഞ്ഞാൽ ഇൻജക്റ്റീവ്, ഓൺ ടു എന്ന് പറഞ്ഞാൽ സർജക്റ്റീവ്. അതൊക്കെ ഓർത്ത് വെച്ചോണേ. 1 എന്ന് പറഞ്ഞാൽ അത് ഓൾസോ വിളിക്കുന്ന പേര് ഇൻജക്റ്റീവ് എന്നാണ്, ഇൻജക്റ്റീവ്. ഓൺ ടു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് സർജക്റ്റീവ്. ഇത് രണ്ടും ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഏത് പേരിട്ട് വിളിക്കും? ബൈജക്റ്റീവ് എന്ന് വിളിക്കും. രണ്ടും ആണെങ്കിൽ ബൈജക്റ്റീവ് എന്ന് വിളിക്കും. ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് ആണ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പൊ ബോത്ത് 1 ആൻഡ് ഓൺ ടു എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരിക. ഓപ്ഷൻ സി, ബോത്ത് 1 ആൻഡ് ഓൺ ടു, അല്ലെ? ബോത്ത് 1 ആൻഡ് ഓൺ ടു എന്നുള്ളതാണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതാണ് 45ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 46. If f of x is equal to 2x minus 1 by x plus 5, x not equal to minus 5, -5 ആയി കഴിഞ്ഞാൽ താഴെ -5 plus 5 എന്നുള്ളത് 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എഫ് ഓഫ് എക്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. എഫ് ഓഫ് എക്സിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണോ ചെയ്യുക? എഫ് ഓഫ് എക്സിനെ വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, സോൾവ് ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കുക. അതിനെയാണ് അതിന്റെ ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നെടുക്കും. ശരിയാണല്ലോ? അതായത് 2x minus 1 divided by x plus 5 is equal to y എന്നെടുക്കും. ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്തെടുത്താൽ മതി? എക്സ് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ എന്ത് വരും? 2x minus 1 is equal to y into x plus 5 എന്ന് വരും. ശരിയല്ലേ? സോ 2x minus 1 is equal to yx plus 5y എന്ന് വരും. അതായത് 2x minus yx is equal to 5y plus 1 എന്ന് വരും. അതായത് x into 2 minus y is equal to 5y plus 1. അവിടുന്ന് x is equal to 5y plus 1 divided by 2 minus y. അല്ലെ? എക്സിന്റെ വാല്യൂ എന്താണ് കിട്ടുക? 5y plus 1 divided by 2 minus y. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ ടേംസിൽ തന്നെ എഴുതുക. ഫൈനൽ ആൻസർ എന്ത് വരും? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു y മാറ്റിക്കൊണ്ട് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 5x plus 1 divided by 2 minus x എന്ന് വരും. ശരിയല്ലേ? 5x plus 1 by 2 minus x provided that is x എന്താവരുത്? 2 ആവരുത്, അല്ലെ? x not is equal to 2. x not equal to 2 ആവണം കണ്ടീഷൻ, അല്ലെ? സോ ഓപ്ഷൻ ബി 5x plus 1 divided by 2 minus x ആണ് ആൻസർ വരിക, അല്ലെ? 5x plus 1 divided by 2 minus x ആണ് ആൻസർ വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കോളൂ. 47ാമത്തെ ക്വസ്റ്റ്യൻ. 47ാമത്തെ ക്വസ്റ്റ്യൻ അബ്സ്ട്രാക്ട് ഓൾജിബ്രയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 47. ലെറ്റ് എ ആൻഡ് ബി ആർ ഐഡംപൊട്ടന്റ് എലമെന്റ്സ്. എയും ബിയും എങ്ങനെയുള്ള എലമെന്റ്സ് ആണ്? ഐഡംപൊട്ടന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിങ്ങിനകത്ത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഐഡംപൊട്ടന്റ്? താഴെ പറയുന്നതിൽ ഏതാണ് ഐഡംപൊട്ടന്റ് അല്ലാത്തത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം, കമ്മ്യൂട്ടേറ്റീവ് റിംഗിൽ ഐഡംപൊട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് എന്ത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ എന്നുള്ള ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എ ഐഡംപൊട്ടന്റ് ആണെങ്കിൽ, എ ഐഡംപൊട്ടന്റ് ആണെന്ന് പറയുന്നുണ്ട്, അപ്പൊ എ സ്ക്വയർ ഈക്വൽ ടു എ ആണ്. അതേപോലെ ബിയും ഐഡംപൊട്ടന്റ് ആണ്, അപ്പൊ എന്ത് പറയാം? ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി പറയാം. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് ഐഡംപൊട്ടന്റ് അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ ഓരോ ഓപ്ഷൻസ് ആയിട്ട് വെരിഫൈ ചെയ്ത് നോക്കുക. ഓരോ ഓപ്ഷൻസ് ആയിട്ട് വെരിഫൈ ചെയ്ത് നോക്കുക. ഓപ്ഷൻ എ ബി, അത് സ്ക്വയർ എടുത്ത് നോക്കുക. എന്ത് കിട്ടും? എ സ്ക്വയർ ബി സ്ക്വയർ. എ സ്ക്വയർ എ തന്നെയാണ്, ബി സ്ക്വയർ ബി തന്നെയാണ്. സോ അപ്പൊ നമുക്ക് എ ബി സ്ക്വയർ എടുത്തപ്പോ, അല്ലെ, എ ബി സ്ക്വയർ എടുത്തപ്പോ എ ബി തന്നെ തിരിച്ചു കിട്ടി. സോ ക്ലിയർലി വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഐഡംപൊട്ടന്റ്. ഓക്കെ, സെക്കൻഡ് വൺ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ എ തന്നെയാണ്, ബി സ്ക്വയർ ബി തന്നെയാണ്, പ്ലസ് 2ab. ഇതിനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇത് തന്നെയാണ് ആൻസർ വരിക, ഓപ്ഷൻ ബി. നമുക്ക് എ പ്ലസ് ബി തന്നെയാണ് തിരിച്ചു കിട്ടുന്നത്. എക്സ്ട്രാ നിൽക്കുന്ന ഈ 2ab നമുക്ക് ഒഴിവാക്കാൻ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. ഓക്കെ, ഇനി സംശയം ഉണ്ടെങ്കിൽ ബാക്കിയും കൂടെ നോക്കുക കേട്ടോ. ഓപ്ഷൻ സി നോക്കുക. എ മൈനസ് എ ബി സ്ക്വയർ എടുക്കുക.
ഓപ്ഷൻ സി വെരിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? എ സ്ക്വയർ മൈനസ് 2ab 2a ഇൻറ്റു എ ബി. ഇപ്പൊ എ സ്ക്വയർ ബി വരും പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ ബി സ്ക്വയർ. സോ എ സ്ക്വയർ എ തന്നെയാണ്, 2 ഇൻറ്റു എ സ്ക്വയർ എ തന്നെയാണ്, ബി പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് എ തന്നെയാണ്, ബി സ്ക്വയർ ബി തന്നെയാണ്, മൈനസ് 2ab പ്ലസ് എ ബി മൈനസ് എ ബി കിട്ടും. ശരിയാണല്ലോ? അതായത് എ മൈനസ് എ ബിനെ സ്ക്വയർ എടുത്തപ്പോൾ എ മൈനസ് എ ബി തന്നെ തിരിച്ചു കിട്ടി. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ എ പ്ലസ് ബി മൈനസ് എ ബി എടുത്താലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്ത് എടുക്കാൻ പറ്റും. എ പ്ലസ് ബി മൈനസ് എ ബി സ്ക്വയർ എടുത്താൽ എ പ്ലസ് ബി മൈനസ് എ ബി തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക. അങ്ങനെ തിരിച്ചു കിട്ടാത്തതായിട്ടുള്ളത് എ പ്ലസ് ബി ആണ്. അത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതാണ് 47ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 48. Question number 48. Which of the following is an idempotent element? Z5 of I is equal to A plus IB such that AB belongs to Z5. Z5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റിജേഴ്സിനെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ, അതാണ് Z5 എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് ആൾജിബ്രയിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഓരോന്നും സ്ക്വയർ ചെയ്ത് നോക്കുക. സ്ക്വയർ ചെയ്യുമ്പോൾ അത് തന്നെ തിരിച്ചു കിട്ടുന്നുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. 1 മൈനസ് ഐ സ്ക്വയർ എടുക്കുക. 1 മൈനസ് ഐ സ്ക്വയർ എടുക്കുമ്പോൾ 1 മൈനസ് 2i പ്ലസ് ഐ സ്ക്വയർ. ഐ സ്ക്വയർ മൈനസ് 1 ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ഐ സ്ക്വയർ എന്താണ്? മൈനസ് 1 ആണ്. ഇപ്പൊ 1 മൈനസ് 2i മൈനസ് 1, ആൻസർ എന്ത് കിട്ടും? മൈനസ് 2i കിട്ടും. ശരിയാണല്ലോ? നമുക്ക് കിട്ടേണ്ടത് 1 മൈനസ് ഐ ആണ്, തിരിച്ചു കിട്ടുന്നില്ല. അപ്പൊ ഇത് ഓപ്ഷൻ അല്ല. അടുത്തത് 2 പ്ലസ് ഐ ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. 4 പ്ലസ് 4i പ്ലസ് ഐ സ്ക്വയർ എന്ന് വരും. സോ 4 പ്ലസ് 4i മൈനസ് 1 വരും. ദാറ്റ് ഈസ് 3 പ്ലസ് 4i. ഓക്കെ, അതെല്ലാം 5നേക്കാൾ ചെറിയ നമ്പേഴ്സ് ആണ്. സോ നോ നീഡ് ഫോർ ഫർദർ അഡ്ജസ്റ്റ്മെന്റ്സ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ സി എടുത്ത് നോക്കുക, അതും വരില്ല. 2 മൈനസ് ഐ കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ? എങ്കിലും ഒന്ന് ചെയ്തേക്കാം. 2 പ്ലസ് ഐ ഇല്ലെങ്കിൽ 2 മൈനസ് ഐയും വരില്ല. 2 മൈനസ് ഐ സ്ക്വയർ ദാറ്റ് ഈസ് 4 മൈനസ് 4i പ്ലസ് ഐ സ്ക്വയർ ദാറ്റ് ഈസ് 4 മൈനസ് 4i മൈനസ് 1 3 മൈനസ് 4i. ശരിയാണല്ലോ? 3 മൈനസ് 4i. ഓക്കെ, അപ്പൊ അതും കിട്ടുന്നില്ല. ഇനി അടുത്തത് ഒബ്വിയസ്ലി ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. ബാക്കിയൊന്നും കിട്ടാത്തത് കൊണ്ട് നമുക്ക് കൺഫേം ചെയ്യാം. എനിവേ ഇതും ചെയ്ത് തന്നെ കൺഫേം ചെയ്യാം. 3 പ്ലസ് 4i എന്ത് ചെയ്യുക? സ്ക്വയർ എടുക്കുക. 3 പ്ലസ് 4i സ്ക്വയർ എടുക്കുക. എന്ത് വരും? 9 പ്ലസ് 23 6 24 ആയി കേട്ടോ അല്ലെ? 24i പ്ലസ് 4i സ്ക്വയർ അല്ലെ? സോ 9 പ്ലസ് 24i മൈനസ് 16 എന്ന് വരും. ശരിയാണല്ലോ? 4ന്റെ സ്ക്വയർ 16 ആണ്. ഐ സ്ക്വയർ മൈനസ് 1 ആണ്. 16 ഇൻറ്റു മൈനസ് 1 മൈനസ് 16. അപ്പൊ ഇവിടെ 5നേക്കാൾ വലിയ നമ്പേഴ്സ് ആണ്. അപ്പൊ 5 കൊണ്ട് ഹരിച്ച് കിട്ടുന്ന റിമൈൻഡർ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഒന്നിൽ കൂട്ടിയിട്ട് ഹരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് ഹരിച്ചോളൂ. 9നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 4 ആണ്. 24നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ 4 ആണ്. ശരിയല്ല? i 4 20 ശിഷ്ടം 4. 16നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ 1 ആണ് അല്ലെ? 3 5 15 ശിഷ്ടം 1. അപ്പൊ 4 മൈനസ് 1 3 പ്ലസ് 4i തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, ഇപ്പൊ 3 പ്ലസ് 4i സ്ക്വയർ എടുത്ത് 3 പ്ലസ് 4i തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് അവിടെ ഐഡംപൊട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 49ാമത്തെ ക്വസ്റ്റ്യൻ. 49ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഗ്രൂപ്പ് ആർ ഐസോമോർഫിക്? താഴെ പറയുന്ന ഗ്രൂപ്പുകളിൽ ഏതാണ് ഐസോമോർഫിക് എന്നാണ് ചോദ്യം. ഏതാണ് ഐസോമോർഫിക്? ഓക്കെ, ഇപ്പൊ ഹോമോമോർഫിസം എന്താണ്? ഐസോമോർഫിസം എന്താണ്? എപ്പിമോർഫിസം എന്താണ്? മോണോമോർഫിസം എന്താണ്? ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. ഹോമോമോർഫിസം ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിൽ പറയുന്ന ടോപ്പിക്കാണ് ഓൾജിബ്രായിക് സ്ട്രക്ചേഴ്സിന്റെ ഭാഗമായിട്ട്. ഓക്കെ, ഇതിനകത്ത് ഐസോമോർഫിക് ആവണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്. ഇപ്പം ഇവിടെ 3 into 8 24 ആണ്. 5 into 5 25 ആണ്. 2 into 2 4 ആണ്. 2 into 10 20 ആണ്. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ Z8 പ്ലസ് Z3 എന്ന് പറയുമ്പോൾ അതിന്റെ GCD എന്ന് പറയുന്നത് 1 ആയിരിക്കണം അല്ലെ? കോപ്രൈം ആയിരിക്കണം അല്ലെ? കോപ്രൈം. Z24 ആൻഡ് Z8 പ്ലസ് Z3 എന്നാണ് പറയുന്നത്. ശരിയാണല്ലോ? അപ്പൊ GCD ഓഫ്
8 and 3. 8ന്റെയും 3യുടെയും GCD എത്രയാണ്? 1 ആണ്. കാരണം 8നും 3ക്കും കോമൺ ഫാക്ടേഴ്സ് ഇല്ല. പക്ഷെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും അതല്ല കഥ. GCD 1 അല്ല. GCD 1 ആവുന്നതാണ് ഐസോമോർഫിക് ആവുക. ശരിയല്ലേ? അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ എന്താണ്? Z24 ആൻഡ് Z8 പ്ലസ് Z3. അതാണ് ഐസോമോർഫിക് ആവുന്നത് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് 8 and 3 is 1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ലാസ്റ്റ് വൺ, 50ാമത്തെ ചോദ്യം. 50ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 50. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ യൂണിറ്റ് ഇൻ ദ റിംഗ്? യൂണിറ്റ് ഇൻ ദ റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ യൂണിറ്റ് ഇൻ ദ റിംഗ്? ഐഡന്റിറ്റി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റിനെയാണ് യൂണിറ്റ് ഇൻ ദ റിംഗ് എന്ന് വിളിക്കുക. ദ എലമെന്റ് കൺസിസ്റ്റ് ഓർ എക്സിസ്റ്റ് ആൻഡ് ഇൻവേഴ്സ്. ഒരു ഇൻവേഴ്സ് ഉണ്ടാവണം ഒരു റിംഗിലെ യൂണിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പൊ റിംഗിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന സംഗതിയാണത്. ഇപ്പൊ റിംഗില് യൂണിറ്റിനെ റിംഗ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവണം? ഇൻവേഴ്സ് ഉണ്ടാവണം അല്ലെ? ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? യൂണിറ്റിനെ റിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇൻവേഴ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. ഇപ്പൊ ഓരോ എലമെന്റും ഇൻവേഴ്സ് എടുത്ത് നോക്കുക. ഓപ്ഷൻ എ 3 + 2√2 ഇൻവേഴ്സ് ഉണ്ടോ നോക്കുക. അങ്ങനെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ അതിങ്ങനെ തന്നെ ഒരു A+B√2 ഫോമിലായിരിക്കണം. എയും ബിയും ഇന്റിജേഴ്സ് തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മുടെ ഇൻവേഴ്സും ഇതേ ഫോർമാറ്റിൽ തന്നെ കിട്ടണം. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ raised to -1, ദാറ്റ് ഈസ് 1/3 + 2√2. എന്ത് ചെയ്യാം? റാഷണലൈസ് ചെയ്യാം. കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 - 2√2 / 3 - 2√2. ശരിയാണല്ലോ? 3 - 2√2 / 3 - 2√2. 3 - 2 into 3 - 2√2 / 3 - 2√2. ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തെടുക്കുക. എന്താണ് വരിക നോക്കുക? 3 - 2√2 ഡിവൈഡഡ് ബൈ താഴെ A+B into A - B, A² - B². 3² 9 - 2ന്റെ സ്ക്വയർ 4, √2ന്റെ സ്ക്വയർ 2. സോ 3 - 2√2 ഡിവൈഡഡ് ബൈ 9 - 8. 9 - 8 1 ആണ്. സോ 3 - 2√2 ആണ്. അവിടെ 3യും -2ഉം ഇന്റിജേഴ്സ് ആണ് അല്ലെ? അപ്പം ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ വരിക. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാൻ പോകുന്നില്ല. ബാക്കിയുള്ള ഓപ്ഷൻ ഇപ്പൊ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കും. 2 + 3√2. ഞാൻ ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. 2 + 3√2 എന്നുള്ള ഓപ്ഷൻ നോക്കുക. 2 + 3√2 നമ്മൾ ഇൻവേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 + 3√2 കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 റാഷണലൈസ് ചെയ്യാന്നാണ് കേട്ടോ ശരിക്കും പറയേണ്ടത്. 2 + 3√2 into 2 - 3√2 ഡിവൈഡഡ് ബൈ 2 - 3√2. അതെന്താണ് വരിക? 2 - 3√2 ഡിവൈഡഡ് ബൈ താഴെ A+B into A - B, A² - B². 2² 4 - 3² 9 into -2 √2² 2. സോ 2 - 3√2 ഡിവൈഡഡ് ബൈ 4 - 18 അല്ലെ? സോ അതായത് 2 - 3√2 ഡിവൈഡഡ് ബൈ -14 ഇങ്ങനെ വരും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ -2/14 -3√2 ഡിവൈഡഡ് ബൈ 14. ഈ കാണുന്ന -2/14 എന്ന് പറയുന്ന ആളും ഇന്റിജർ അല്ല. 3/14 എന്ന് പറയുന്ന ആളും ഇന്റിജർ അല്ല. ഇന്റിജർ വരുന്ന രീതിയിലേ എനിക്കത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവർ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇൻവേഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതേപോലെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ വെരിഫൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതൊന്നും ആൻസർ കിട്ടാൻ പോകുന്നില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. നമുക്ക് ഓപ്ഷൻ എ പെർഫെക്റ്റ്ലി കിട്ടിയതുകൊണ്ട് ബാക്കി നോക്കണ്ട, അങ്ങനെ നമുക്ക് രക്ഷപ്പെട്ടിരിക്കാം അല്ലെ? ബാക്കി നോക്കണ്ട. ഇനി കേസ് അവസാനത്തെ ഓപ്ഷൻ ആണെങ്കിൽ എല്ലാം നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കേണ്ട സമയം നമുക്ക് പോകും. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൊക്കെ അവര് ആദ്യത്തെ ഒന്നോ എയോ ബിയോ ഒക്കെ ആയിരിക്കും പൊതുവെ ആൻസർ തരുന്നുണ്ടാവുക. ഓക്കെ, സോ അപ്പൊ നമ്മുടെ 50 ചോദ്യങ്ങൾ ഫ്രം HSST മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, HSST കമ്പ്യൂട്ടർ സയൻസിന്റെ മാത്തമാറ്റിക്സ്. സോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇതിനകത്ത് നമ്മൾ ചോദ്യം ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് ഗ്രാഫ് തിയറിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഏരിയസിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് കവറപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. മാക്സിമം ക്ലാസ് ഉപകാരപ്പെട്ടു തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ പരമാവധി ഷെയർ ചെയ്യുക കേട്ടോ. സോ അപ്പൊ നമുക്ക് വീണ്ടും കാണാം. Until then, ടാറ്റാ ബൈ ബൈ.